ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ എവിടെയോ പോയി ഒരു മൂലയ്ക്ക് ഒളിച്ചിരുന്നിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഒളിച്ചിരിക്കുന്നത്? ഒരുപാട് വേദികളിൽ വരാറില്ലേ, ചാനലുകളിൽ വരാറില്ലേ? ഇപ്പൊ ഒന്നാമത്തെ കാര്യം സമയമില്ല. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ക്ഷണമുണ്ട്. ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ എനിക്ക് 2-3 ദിവസത്തെ മെനക്കേടാണ്. ഒന്നാമത്തെ കാര്യം, 1 മണിക്കൂർ സംതിങ് ഉള്ള പ്രോഗ്രാം ആയിരിക്കും കിട്ടുന്നത്. ആ 1 മണിക്കൂറത്തേക്കുള്ളത് ഞാൻ കുറെ റഫർ ചെയ്യണം. യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതിന്റെ എക്സ്പെൻസും വളരെ വലുതാണ്. പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരുപാട് ഭീഷണികളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുമുണ്ട്. അതിൻ്റെതായിട്ടുള്ള രൂപത്തിലുള്ള മെച്ചമുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടിക്കൂലും ഒക്കെ നല്ല പ്രയാസമാണ്. എന്നെ വിളിക്കുന്നവർക്കും നല്ല പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം പബ്ലിക് പ്രോഗ്രാമിനൊന്നും വരാത്തത്. മുമ്പ് പബ്ലിക് പ്രോഗ്രാമിനൊക്കെ നിരന്തരം വന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തല്ലോ. അപ്പോൾ കണ്ടു കിട്ടിയാൽ അപ്പോഴും വീഡിയോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഇനി ഞാൻ ഒളിച്ചിരിക്കുവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ തമ്പനയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വാട്സപ്പ് കോൾ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള നമ്പർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സാധാ കോൾ കിട്ടില്ല, വാട്സപ്പ് കോൾ മാത്രമേ കിട്ടത്തുള്ളൂ. ആരൊക്കെയോ സാധാ കോൾ വിളിക്കുന്നുണ്ട്. സാധാ കോൾ വിളിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഓക്കെ, ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, ഒളിച്ചല്ല, ഇപ്പോൾ കാണുന്നുണ്ടെന്ന്. ശരി ശരി. അപ്പോൾ അൽക്കേരളം ആകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അൽക്കേരളവും വന്നതാ നിൽക്കുന്നതിൻ്റെ കയ. ഇസ്ലാം സ്ത്രീകളുടെ ശവപ്പറമ്പാണോ? അല്ലേ? ഇസ്ലാം ഏതെങ്കിലും കാലഘട്ടത്തിന് യോജിച്ച ഗ്രന്ഥമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല എന്ന് എനിക്ക് സമർത്ഥിക്കാനും സാധിക്കും. നമുക്കറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നതിനേക്കാൾ അറിയുന്ന വിഷയത്തെക്കുറിച്ച് ചുരുക്കി സംസാരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഇസ്ലാം ഈ കാലത്തിനെന്നല്ല, ഒരു കാലത്തിനും അനുയോജ്യമായ ഗ്രന്ഥമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഇസ്ലാം പ്രാകൃതമായ ആശയമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചിലർ പറയുന്നു ഇസ്ലാം കാലാനുവർത്തിയാണ്, കാലാതീതമാണ്, എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായി നിലകൊള്ളുന്നതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നെ വിളിക്കാനുള്ള നമ്പർ ഞാൻ തന്നിട്ടുണ്ടല്ലോ, കണ്ടില്ല? ആരൊക്കെയോ ചോദിക്കുന്നുണ്ടല്ലോ നമ്പർ, കണ്ടില്ലേ? തരാം, ആദ്യം എടുക്കട്ടെ. കിട്ടില്ല, ശരി, ഞാൻ തരാം. എനിക്കിതിനകത്ത് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതൊന്നും കാണുന്നില്ല. ഇസ്ലാം ആയോന്നോ? ഇസ്ലാം ആയാൽ മാത്രമേ തട്ടമിടാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് ആരാപ്പ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് മാത്രമേ തട്ടമിടാൻ പാടുള്ളോ? എൻ്റെ തന്നെ മറ്റൊരു ചാനലാണ് ലൗഡ് സ്പീക്കർ. എനിക്ക് എൻ്റെ അതിൽ നിന്ന് പറ്റുന്നില്ല കേട്ടോ നമ്പർ പോസ്റ്റ് ചെയ്യാൻ. വിളിക്കേണ്ടുന്ന നമ്പർ ഞാനിതിനകത്ത് ലൗഡ് സ്പീക്കർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കൊക്കെയോ എന്തൊക്കെയോ ചോദിക്കണം. നീ എവിടെയാണ് താമസിക്കുന്നത്? നിന്റെ നമ്പർ എവിടെ? എന്താ നിന്റെ നമ്പർ തരാത്തത് എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നത് കണ്ടു. നമ്പർ വരുന്നില്ല അല്ലേ?
ഞാൻ വേറെ ഐഡിയയിൽ നിന്ന് നമ്പർ ഇട്ടിട്ടും വരുന്നില്ല. ശരി, ഞാൻ ഒളിവിലാണെങ്കിലാണ്, സമ്മതിച്ചു. ഒളിവിലിരുന്നിട്ടെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ, പ്രശ്നമില്ലല്ലോ. നമ്പർ പബ്ലിക് ആക്കി കൊടുത്തിട്ടുണ്ട് ഫാത്തിമ. തമ്പനയിലുണ്ടല്ലോ നമ്പർ, കണ്ടില്ലേ? തമ്പനയിലിൽ നമ്പർ ഉണ്ട്. ഒളിച്ചിരിക്കുവാണ്, പേടിച്ചിരിക്കുവാണ്. പേടിയുള്ളവർക്ക് പറ്റിയ ആശയമാണോ ഇത്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാധാ കോള് വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്സപ്പ് കോള് വിളിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് സാധാ കോള് വിളിച്ചിട്ട് ഫേക്ക് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുഹമ്മദ് അയാനെ, ഇസ്ലാമില് കള്ളം പറയൽ നമ്മുടെ ഒരു പുതിയ അജണ്ടയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലേക്ക് ഒന്ന് മാറ്റിക്കൂടെടാ. ഒന്നുമില്ല, തട്ടമിട്ടത് വെറുതെ ഇട്ടതാ. തട്ടം ഇടണം എന്ന് വിചാരിച്ചോ അതല്ലെങ്കിൽ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ടോ തിരിച്ചു വന്നതുകൊണ്ടോ മതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള സൂചനയോ ഒന്നുമല്ല. എടാ മുഹമ്മദ് അയാനെ, ലിംഗം ഒന്ന് മാറ്റിവെച്ച് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കടാ മലരെ. പബ്ലിക്കില് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണോടാ നമ്പർ ഇട്ടത്? നമ്പർ തന്നിട്ടില്ലടാ, വിളിക്കടാ. വിളിച്ചോ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അതിന് വേറെ ധൈര്യം വേണം. എല്ലാവരെ കൊണ്ടും അതിന് പറ്റില്ല. അതിനെ നല്ല ധൈര്യം വേണം. അതിന് പിന്നെ ചോദിക്കാനും അറിയണേ, എന്നാലേ പറ്റൂ. ആ ക്ലബ് ഹൗസിൽ വരാത്തത് അശ്വിൻ, എനിക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകുന്നു ക്ലബ് ഹൗസിലേക്ക് വരുമ്പോഴേക്ക്. അതുകൊണ്ടാണ്. ഫാത്തിമ വീണ്ടും ചോദിക്കുന്നു, നമ്പർ തന്നിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങളോടൊക്കെ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണോ എനിക്കറിയില്ല. എൻ്റെ ഈ ലൈവ് ചാറ്റിന്റെ തമ്പനയിൽ തന്നെ എന്നെ വിളിക്കാനുള്ള നമ്പറാണ് 8943395270. 8943395270. ഞാൻ നമ്പർ തന്നിട്ടുണ്ട്. അത് വിളിക്കാനേ നിങ്ങൾക്ക് പറ്റണമല്ലോ. ഇനിയിപ്പോ ഞാൻ ഒളിച്ചിരിക്കുവാണ്, സംവാദത്തിന് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇരിക്കട്ടെ, ഇസ്ലാം ഒരു കാലഘട്ടത്തിനും യോജിച്ച ഗ്രന്ഥമല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം കാലാനുവർത്തിയാണെന്നും കാലാതീതമാണെന്നും ശാസ്ത്രഗ്രന്ഥമാണെന്നും എല്ലാ കാലഘട്ടങ്ങളിലും പിൻപറ്റപ്പെടാൻ പറ്റുന്ന മാതൃകയുള്ള ഗ്രന്ഥമാണെന്നും പറയുമ്പോൾ ഏത് കാലഘട്ടത്തിനാണ് ഈ ഗ്രന്ഥം അനുയോജ്യമായത് എന്ന് നിങ്ങൾ പറയണം. ഈ കാലഘട്ടത്തിൽ പിൻപറ്റപ്പെടാൻ പറ്റുന്ന എന്തു മാതൃകയാണ് ഇസ്ലാമിനുള്ളത്, പ്രവാചക ചര്യയിലുള്ളത് എന്ന് പറയേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. പ്രവാചകനെ പിൻപറ്റാൻ പറ്റുന്ന മാതൃകകൾ വേണം നമുക്ക്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണ് ഇത്രയധികം തെറികൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും കൊലവിളികൾ കൊണ്ടും ഒരു വിഭാഗം മതവിശ്വാസികൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നത്, അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മതം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്? അതിന്റെ ഉത്തരമാണത്. എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു? ഇസ്ലാമിന്റെ അസഹിഷ്ണുത കൊണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധമായ ആശയങ്ങൾ,
പുറത്ത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിശ്വാസികൾ പ്രകോപിതരാകുന്നു. കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ്, വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതമാണ് ഇസ്ലാം എന്നതുകൊണ്ട്. എല്ലാത്തിൻ്റെയും ഉത്തരം ഈ അസഹിഷ്ണുതകളിൽ തന്നെയുണ്ട്. എന്നെ എത്ര തെറി വിളിച്ചാലും ശരി, ഭീഷണിപ്പെടുത്തിയാലും ശരി, ഇനിയും നാളെ ഞാൻ ഇല്ലെന്ന് വരാം, ഇല്ലാതാക്കിയാലും ശരി, ഒറ്റ കാര്യമേ ബാക്കിയുള്ളൂ ചോദിക്കാൻ. ഒരാളെ ഇല്ലാതാക്കിയത് കൊണ്ട് ആ വ്യക്തി മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. അവരുന്നയിച്ച ഒരു ചോദ്യവും ഇല്ലാതാകുന്നില്ല. അവര് ചോദിച്ച ചോദ്യങ്ങൾ, അവരുന്നയിച്ച വിമർശനങ്ങൾ മുഴുവനും അവിടെ കിടപ്പുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ എതിർക്കും? എന്നെ ചിലപ്പോൾ ഇല്ലാതാക്കാം. ഞാൻ ചോദിച്ച അതേ ചോദ്യം ഇനി വരുന്നൊരു തലമുറ ചോദിക്കില്ലേ? അപ്പൊ അവരെയും ഇല്ലാതാക്കുമോ? അങ്ങനെ എത്ര പേരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് പറ്റും? അങ്ങനെ ഇല്ലാതാക്കലാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇല്ലാതാക്കി ഇസ്ലാമിനെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തും? ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കേവലം മനുഷ്യന്റെ ആവശ്യം, മനുഷ്യന്റെ സഹായം അള്ളാഹുവിനുണ്ടോ? അള്ളാഹുവിന് എന്തിനാണ് മനുഷ്യന്റെ സഹായം? ഖുർആൻ തന്നെ പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ നാം ആണ് ഇറക്കിയത്, നാം ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നമ്പർ കൊടുത്തിരിക്കുന്നത് ഇന്ന് 11 മണി മുതൽ 12 മണി വരെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര ശല്യമായിരിക്കും. വരെ ലൈവായി വിളിക്കാം, സംവദിക്കാം കേട്ടാ. ഓക്കെ, നിനക്ക് പണി കിട്ടുന്നില്ലേന്നാ? കിട്ടുന്നുണ്ടാ, പണി കിട്ടാതുണ്ടോ? ഞമ്മന്റെ ആളുകൾ അത്ര കഴിവുള്ളവരല്ലേ, സ്വാഭാവികമായിട്ടും പിന്നെ പണി കൊടുക്കുന്നതില് നമ്മൾ ബിരുദന്മാരല്ലേ? നബി മോശക്കാരനായിരുന്നു? വിമർശിച്ച ആളുകളെ ഒക്കെ പണി കൊടുത്ത് ഒഴിവാക്കാൻ, നിശബ്ദരാക്കാൻ, വിമർശിച്ച എല്ലാ ആളുകളെയും വേരോടെ ഉന്മൂലനം ചെയ്ത പ്രവാചകൻ, നെഞ്ചിലെ കാഴത്തിൽ കഠാര ഇറക്കിയ പ്രവാചകൻ, കഴുത്തുകൾ വെട്ടിയെടുത്ത പ്രവാചകൻ, ഇതൊക്കെ വലിയ കാര്യമാണോ? ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതല്ലേ? ആ പ്രവാചകന്റെ സഹിഷ്ണുത കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തില് അന്യമതക്കാരനോട് യുദ്ധം ചെയ്യാനും അവനെ ആക്രമിക്കാനും അവരോട് പരുഷമായി പെരുമാറാനും അവരെ മാലിന്യമായി കാണാനും അവരെ ഭയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്ത് അവരെ പീഡിപ്പിച്ച് മാതൃകാപരമായി ശിക്ഷിച്ച് അക്രമത്തിലൂടെ രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും ആ രക്തസാക്ഷികൾക്ക് അനിർവചനീയമായ സ്വർഗീയ ആരാമങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂടുതൽ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന അള്ളാഹുവിനെ ആരംഗീകരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് കാലഘട്ടത്തിന് യോജിച്ചതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ കാലഘട്ടത്തിനെന്നല്ല, മാനവരാശിക്കു മുഴുവനും വിപത്തായിട്ടു മാത്രമാണ് ഈ ഗ്രന്ഥത്തെ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാം. 9-ാം അധ്യായത്തിലെ സൂറത്ത് തൗബ 123-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളോട് പറയുന്നത്, സത്യവിശ്വാസികളെ, ഒരു കോളുണ്ട്.
ഹലോ ഹലോ, ആ പറഞ്ഞോ. ഒരു മെസ്സേജ് കണ്ടിരുന്നേ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറയൂ ബിജു. ഓക്കെ, പോയി. അപ്പോ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട്, അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ നിങ്ങളിൽ ഭീകരത കാണണം. അവർ നിങ്ങളിൽ തീവ്രത കാണണം. ഇത് ഏത് കാലഘട്ടത്തിന് യോജിച്ചതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആരാണിത് അംഗീകരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാനെന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യണമെന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിനും ഒരു മനുഷ്യനും ഒരു സൃഷ്ടാവിനും ഭൂഷണമല്ല ഇങ്ങനത്തെ വാചകങ്ങൾ. നസീറേ, ഇത് എന്താണ് എന്റെ പണി? ഇതാണ് എന്റെ പണി. എന്തേ? ഇവർക്ക് ആശയപരമായി സംവദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവർക്ക് ആശയങ്ങളുണ്ടോ? ഇല്ല. ഇവർക്ക് ആകെയുള്ളത് ആയുധങ്ങളുടെ ബലം മാത്രമാണ്. അപ്പോ തനിക്കു വേണ്ടി തനിക്കെല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും കേവലം മനുഷ്യന്മാരുടെ ചോര അനിവാര്യമാണ് എന്ന് പറഞ്ഞ്, ആവശ്യമാണ് എന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി നിങ്ങൾ പോയി യുദ്ധം ചെയ്യണം, അവരെ കൊല്ലണം, ആ മാർഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെടണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്താ ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളോട്, അന്യമതവിശ്വാസികളാണവരെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവരെ ആക്രമിക്കണം, അവരോട് നിങ്ങൾ കർക്കശം കാണിക്കണം, പൗരുഷമായി പരുഷമായി സംസാരിക്കണം, പെരുമാറണം. അങ്ങനെ അവരെ ഭയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്യാനും കൊല്ലാനും കൽപ്പിച്ച് ഒരുപാട് മനുഷ്യനെ കൊലക്കളത്തിലേക്ക് പ്രചോദനം നൽകി തള്ളിവിടുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് ഖുർആനിൽ കാണാം. വചനം പറഞ്ഞിട്ടല്ലേ പറയുന്നത്? 9-ാം അധ്യായം സൂറത്ത് തൗബ 123-ാമത്തെ വചനം. ഇതിൽ നിലനിൽപ്പിന് വേണ്ടിയുണ്ടോ? അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കണമെന്നാ പഠിപ്പിക്കുന്നത്. അവൻ മുറിയനാണെങ്കിൽ അവന്റെ തോളിൽ കൈയിട്ട് കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് അസ്സലാമു അലൈക്കും യാ ഹബീബി എന്ന് പറയണം. അതല്ലെങ്കിൽ അവനെ തീർത്തേക്കണം. യുദ്ധം ചെയ്യാണെന്നല്ലേ പറഞ്ഞത്? അടുത്ത് താമസിക്കുന്നവന്റെ മതം നോക്കി അവനെ കൊല്ലാനും വെട്ടാനും സുഹൃത്താക്കാനും കൽപ്പിക്കുന്ന ഈ മതഗ്രന്ഥം ഏത് രൂപത്തിൽ മാനവികതയുണ്ട് എന്നാ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഏത് രൂപത്തിലാണ് ഇതിലെ മാനവികത നമ്മൾ ദർശിക്കേണ്ടത്? അവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവനും നരകത്തിൽ പോകുമെന്നാണ് 4-ാം അധ്യായം 97-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിന് ഭൂഷണമാണോ ഈ ഗ്രന്ഥം? എങ്ങനെയാ ഇത് അംഗീകരിക്കുന്നത്? തെറി പറയുന്ന ആളുകൾക്കൊക്കെ ലൈവായിട്ട് തെറി പറയാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടടിക്കുന്നല്ലേ? ഇതുവരെ നീ എവിടെയാടി താമസിക്കുന്നത്, നിന്റെ ഫോൺ നമ്പർ എവിടെയാടി, നിന്റെ അഡ്രസ് താടി എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ വരെ. ഫാത്തിമയ്ക്കും ചോദിക്കാൻ അവസരമുണ്ട്. ഞാൻ നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഫാത്തിമ പറയുന്നത്,
ഞാൻ ടീച്ചറോട് ഇന്നലെ ചോദിച്ചു, മതം വിടുന്നതിന് മുമ്പ് ടീച്ചർക്ക് അമുസ്ലിങ്ങളോട് വെറുപ്പുണ്ടായിരുന്നോ? 100 വട്ടം. 100 വട്ടം. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരല്ലേ, അന്ന് ഖുർആൻ പഠിപ്പിക്കുന്നവരല്ലേ. അമുസ്ലിങ്ങൾ കാഫിറുകളാണ്, അവരോട് ഒരു രൂപത്തിലും ചങ്ങാത്തം പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ തന്നെയാണ് പിൻപറ്റിയിരുന്നത്. അമുസ്ലിങ്ങളുടെ ഭക്ഷണം കഴിക്കലും അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കലും ഒന്നും താല്പര്യമില്ലാത്ത ആളാണ് ആയിരുന്നു. അതറിഞ്ഞതിന് ശേഷമാണോ മതം വിട്ടത്? മതം വിടുന്നതിന് മുമ്പ് കാഫിറുകളാണ് അവർ. അവർ സത്യത്തെ നിഷേധിക്കുന്നവരാണ്. അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മതം വിടുന്നതിന് മുമ്പ് ടീച്ചറെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ വിഷമമുണ്ടാകുമ്പോൾ, ഞാൻ തീവ്രമായി വാദിക്കുവാണെങ്കിൽ എന്റെ മതത്തിന് വേണ്ടി ഞാൻ തീവ്രവാദിയല്ലേ? അതിന് വിഷമം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഫാത്തിമ? അതിൽ പ്രയാസം ഉണ്ടായിട്ട് കാര്യമില്ല. മദ്രസയിൽ പഠിച്ചതിന്റെ സംശയമുണ്ട്. ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റ് ആണ്. അവരിങ്ങനെ വാർത്ത ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മുറിയൻ ഓടി വന്നിട്ട് അവരോട് പറഞ്ഞു, തലയിൽ തുണിയിടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ വിശ്വാസിയൊന്നുമല്ല. പെട്ടെന്ന് ഇയാളുടെ തോളിൽ കിടന്ന് തുണിയെടുത്ത പെണ്ണിന്റെ തലവഴി ഇട്ടു. എന്നിട്ട് പറഞ്ഞു, നൈറ്റ് ആയതുകൊണ്ടാണ് ഫാത്തിമ വിളിക്കാത്തതെന്ന്, അത് എനിക്കതുകൊണ്ട് അറിവുമില്ല എന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം കേട്ടോ, അതിനൊന്നും ഒരു വിഷയവുമില്ല. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല. ചിലർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച്. ഞാൻ പറയുന്നതിൻ്റെ ഉത്തരവാദി ഞാനാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഉത്തരവാദി ഞാനല്ല. ഞാൻ എന്താണോ പറയുന്നത് അതിൻ്റെ തെളിവ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ആ തെളിവ് തരും. അത്രേ ഉള്ളൂ. ഇന്നലെ ഒരാൾ എത്രയോ തവണകളിൽ ഒരു മെസ്സേജ് തന്നെ ഇട്ടു. അപ്പോ ഞാൻ വിചാരിച്ചു, ശരി എന്നാ അവർക്ക് എന്നോട് സംസാരിക്കാനുണ്ടാകും. അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്പർ ഇട്ടിട്ട്, എന്നാ ശരി കോളില് ആ സിമ്മു ഇട്ടിട്ട് ഫോണുമായിട്ട് വന്നിരിക്കുകയാണ്. ശരി എന്നാ കാക്കമാർക്ക് എന്നോട് ചോദിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. നിനക്ക് നാണമുണ്ടോ, നിനക്ക് ധൈര്യമുണ്ടോ, പബ്ലിക്കിൽ നിനക്ക് വന്നൂടെ എന്നൊക്കെ ചോദിച്ചു. ശരി എന്നാ അതുകൊണ്ട് വരാൻ തയ്യാറായി. അപ്പോ ഇവർക്ക് വലിയ വിഷമം. കാരണം എങ്ങനെയാ ചോദിക്കുക, മനസ്സിലായ? നേരിട്ട് വിളിച്ച പെട്ടില്ലേ? മുഹമ്മദ് അയാനെ, അതല്ലെങ്കിലും കാണേണ്ടവര് കണ്ടോളൂടായി. വ്യൂവേഴ്സ് കൂടിയിട്ട് ലൈവിൽ ഒരുപാട് ആളുകൾ വന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാത്രേ ഉള്ളൂ. വേണ്ടവര് വിളിച്ചാ മതി, ചോദ്യം ചോദിക്കാൻ കഴിവുള്ളവൻ വിളിച്ചാ മതി, അതിനറിയുന്നവര് വിളിച്ചാ മതി എന്നേ. അപ്പോ ചാറ്റ് ബോക്സിൽ കിടന്ന് തെറി പറയാനല്ലാതെ നേരിട്ട് ഡിബേറ്റ് ചെയ്യാൻ ആർക്കാടാ ധൈര്യമുള്ളത്? ഇന്ന് 11 മണി മുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നിന്റെയൊക്കെ തെറിവിളി നടക്കട്ടെ, ചോദ്യങ്ങൾ നടക്കട്ടെ. ഏത് ചോദ്യത്തെയും നേരിടാൻ തന്നെയാണ് ഇരുത്തവും. എന്തേ പറ്റാത്തത്? ചാറ്റ് ബോക്സിൽ കിടന്നു തൂറി മെഴുകാൻ മാത്രമല്ലേ നിനക്കൊക്കെ പറ്റുള്ളൂ. അല്ല, കാളിദാസെ വിളിച്ചോട്ടോ, ഫോട്ടോ കാണിക്കുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഫോട്ടോ കാണിക്കാൻ പാടില്ലല്ലോ എന്ന്. ഫോട്ടോ കാണിക്കുന്നില്ല, നിങ്ങളുടെ ശബ്ദം എന്താണെങ്കിലും കേൾക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ഒരു അഷാർ എന്ന് പറയുന്ന ഒരു കീലേരി അച്ചു വന്നിട്ടുണ്ട്. നിന്നെക്കാട്ടിൽ വലിയവരുമായിട്ട് ഇവിടെ ഓരോരുത്തര് ഡിബേറ്റ് നടത്തുന്നുണ്ട് എന്ന്. അതല്ല, ഓരോരുത്തരല്ലടാ നടത്തുന്നത്, നിനക്ക് നടത്താൻ ധൈര്യമുണ്ടോ? നമ്മൾ നമ്മുടെ കഴിവും മികവും അല്ലേ കാക്ക പറയേണ്ടത്. നമുക്കത് പറ്റുമോ ഇല്ലേ അതാണ് പറയേണ്ടത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ നല്ല ഗഡ്സ് വേണം. പ്രത്യേകിച്ച് പറയുന്നത് എന്താ? 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തെ കുറിച്ചിട്ടാ പറയുന്നത്.
KT ഫാമിലി. അപ്പൊ നിങ്ങൾക്ക് ഫോൺ നമ്പർ ആയിരുന്നില്ല നിങ്ങളുടെ പ്രശ്നം അല്ലേ? എനിക്ക് കുറെ ഡൗട്ട് ഉണ്ട്. ലോകത്തിൽ ആദ്യം വന്ന ഗ്രന്ഥം ഖുർആനാണോ? അവസാനം വന്ന ഗ്രന്ഥമല്ലേ ഖുർആൻ? അടുത്തത് മുഹമ്മദ് അയാനെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ. എഴുന്നേറ്റ് പോടാ. രണ്ടുപേരെ ഒരുമിച്ച് കണ്ടാൽ മുട്ടിടിക്കുന്ന, കാലുവഴി മൂത്രമൊഴിക്കുന്ന ഓരോരുത്തന്മാര് വന്നിട്ടാ ഇനി എന്റെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നീ എന്നെ വന്നങ്ങ് വിഴുങ്ങും. ഇറങ്ങി പോടാ. അവൻ എന്നെ മൊട്ടയടിക്കാൻ വന്നു കളയുമെന്ന്. ലൊക്കേഷൻ ഇട്ടു കൊടുക്കാൻ. അപ്പോ ഖുർആൻ ഈ കാലഘട്ടത്തിനെന്നല്ല, നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടരുത്. അതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടേ നമുക്കതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. മുഹമ്മദ് അയാനെ, ധൈര്യമുണ്ടെങ്കിൽ വിളിക്കടാ ഫോണില്, എന്നിട്ട് നീ ചോദിക്കടാ കാര്യങ്ങള്. എന്തേ പേടിയാണോ? ലൊക്കേഷൻ നിന്റെ വീട്ടിലേക്ക് അയച്ചു തരണോ? പോടാ. മുറിയന്റെ ധൈര്യം എത്രയ്ക്കുണ്ട് എന്നുള്ള കാര്യം ഇത്രയും കാലത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയതാ കേട്ടോ. ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഒരുത്തൻ രാവിലെ വന്ന് വീട്ടിന്റെ വരാന്തയിൽ നിൽക്കും, രാത്രി വരെ കേസ് ഒന്ന് പിൻവലിക്കാൻ പറഞ്ഞിട്ട്. അയാന് ഭ്രാന്തല്ല സുഹൃത്തെ. അയാൻ എന്തെന്നറിയാമോ? ചോദിച്ചും പോയി, നമ്പർ ഇട്ടും പോയി, വിട്ടുകൊടുക്കാനും പറ്റില്ല. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇവൻ എന്നെ വന്നേ മൂത്രം ഒഴിച്ചങ്ങ് ഒലിപ്പിച്ച് കളയും. അതെ KT ഫാമിലി, ഞാൻ എത്രയോ ആളുകളുമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നു. 4-ാം അധ്യായത്തിലെ 97-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അവിശ്വാസികൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് നരകമെന്നാണ്. ഇതേത് കാലഘട്ടത്തിന് യോജിച്ചതാണെന്ന് നിങ്ങൾ പറയും. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജാതിയും മതവും അവന്റെ ആശയവും ആദർശവും സംഘടനയും കൊടിയുടെ നിറവും ഒന്നും നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കുന്ന രീതി ഇതാര് പഠിപ്പിച്ചതാ? ഇസ്ലാം പഠിപ്പിച്ചതാ. ഇതേത് കാലഘട്ടത്തിന് യോജിച്ചതാണ് എന്നിവര് പറയട്ടെ. മുഹമ്മദ് നബി പറയുക, ബഹുദൈവാരാധകനുമായി സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെയാണെന്ന്. അപ്പോഴും ചോദ്യം ബാക്കിയാണ്. മുഹമ്മദ് നബി ആരുടെ കൂടെയാ ജീവിച്ചിരുന്നത്? മുഹമ്മദ് നബിയെ സംരക്ഷിച്ചിരുന്നത് ആരൊക്കെയാണ്? അവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളായിരുന്നോ? അവസാന കിടക്കയിൽ പോലും മുഹമ്മദ് റസൂലുള്ളാഹ് ഒന്ന് പറമൂത്താപ്പ എന്ന് പറഞ്ഞു കേട് നിലവിളിച്ചതൊക്കെ നമുക്കറിയാം. ഇവരൊക്കെ വിശ്വാസികളായിരുന്നോ? പ്രവാചകന്റെ കുടുംബാംഗങ്ങളൊക്കെ ഉമ്മ വിശ്വാസിയായിരുന്നു. വാപ്പ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി വിശ്വാസിയായിരുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ. ആ മനുഷ്യൻ മരിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. നൂഹ് നബിയുടെ ഭാര്യ വിശ്വാസിയായിരുന്നോ? ലൂത്ത് നബിയുടെ ഫാമിലി വിശ്വാസികളായിരുന്നോ? മൂസാ നബിയുടെ ഫാമിലി വിശ്വാസികളായിരുന്നോ? അവരൊക്കെ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഫിർഔൻ ജീവിച്ചത് ആരുടെ കൂടെയാ? ഫിർഔന്റെ കൂടെ ജീവിച്ച ഫിർഔന്റെ ഭാര്യയായ ആസിയ. അവർക്ക് സ്വർഗമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ എന്തുകൊണ്ടാണ് ഫിർഔന്റെ കൂടെ ആസിയയെ എണ്ണാത്തത്? ബഹുദൈവാരാധകൻ മാത്രമായിരുന്നല്ലോ ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിന്റെ ഉന്നതനായ രക്ഷിതാവ് എന്ന് പബ്ലിക്കായി പറഞ്ഞിരുന്ന ആളല്ലേ. അപ്പൊ ബഹുദൈവാരാധകനുമായി സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്.
അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന 2787 ഹദീസാണ്. ചോദ്യം ബാക്കിയാണ്. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരെയും അള്ളാഹുവിന് വിശ്വാസികളാക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്യാതിരുന്നത്? അള്ളാഹു തന്നെ പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ബാധ്യതയാണ് തന്റെ സഹജീവികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. അത് അള്ളാഹു ചെയ്തില്ല. അപ്പോൾ ആരാണ് ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത്? തന്റെ ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് അള്ളാഹു അല്ലേ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 മക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഈ 2 മക്കളിൽ ഒരാൾക്ക് നിങ്ങൾ ചിക്കൻ ബിരിയാണി കൊടുത്തു, ഒരാൾക്ക് നിങ്ങൾ ബിരിയാണി കൊടുത്തില്ല. കൊടുക്കാത്തവനോട് ചോദിക്കാം, കൊടുത്തവനോട് ചോദിച്ചു നീ തിന്നോടാ ബിരിയാണി? തിന്നു. മറ്റവനോട് ചോദിക്കാം നീ തിന്നോടാ ബിരിയാണി? തിന്നില്ല, എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ട് അവന് പിടിച്ച് വട്ടിയും കൊണ്ട് 4 എണ്ണം കൊടുക്കുക. അവൻ എന്ത് പറയും? പാട്ടൻ, എനിക്ക് നിങ്ങൾ തന്നോന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിനു വേണ്ടി മാത്രം സൃഷ്ടിച്ച് അവർക്ക് അള്ളാഹു സന്മാർഗം നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് സന്മാർഗം നൽകാത്ത ആളുകളെ നരകത്തിലിട്ട് പൊരിച്ചെടുക്കുമത്രേ. ഇതെന്ത് രൂപത്തിലുള്ള പടച്ചവനാണെന്ന് ഒരു ലോജിക്ക് വേണ്ടേ മനുഷ്യനെ പൂരിക്കുമ്പോ? അല്ല, കിഡലൈൻ കോയാക്കോളിങ് മാത്രല്ല, ഞാൻ നിങ്ങൾ ചോദിക്കൂ ഞമ്മ പറയാമെന്നും പറഞ്ഞ് ഞാൻ തന്നെ എന്റെ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്, എടുക്കല്ലേ? ഹലോ ടീച്ചറെ, നമസ്കാരം. നമസ്കാരം. ഞാൻ ജസ്റ്റ് ചുമ്മാ സുഖമാണെന്ന് അറിയാൻ വിളിച്ചതാ. സുഖമാണ്, സുഖമാണ്. ലൈവിലാണ്, നിങ്ങളുടെ കോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സന്തോഷം. ഇല്ല, ടീച്ചറെ ധൈര്യത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാ. വളരെ സന്തോഷം. ആണുങ്ങള് ഭയക്കുന്ന പല കാര്യങ്ങളും പറയാൻ ഭയക്കുന്ന ഒരു കാലഘട്ടത്തില് ഒരു സ്ത്രീയായ ജാമിദ ടീച്ചർ ഇത്രയും ധൈര്യപൂർവ്വം ഒരു പടപൊരുത്തുന്നതിന് തുല്യമായിട്ട് ഒരു നീക്കം നടത്തുന്നതിന് സന്തോഷം, അതിന് അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷം. ഇതേ ധൈര്യമല്ലപ്പാ, ഇത് കണ്ട് 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 പൊറുതി മുട്ടി ഇതിനകത്തുള്ളത് എന്തോ വലിയ മഹാകാര്യമാണെന്ന് ജനങ്ങൾ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ അവരെ ബോധവൽക്കരണം നടത്താൻ ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ. എന്നാണെങ്കിലും മരിക്കും. ശരി, ഇതങ്ങ് തുറന്നു പറഞ്ഞിട്ട് ഇവന്മാരുടെ കൈകൊണ്ട് ചാവുന്നെങ്കിൽ അങ്ങ് ചാവാമെന്ന് വിചാരിച്ചു. വളരെ സന്തോഷം. ദൈവത്തെ വിശ്വാസം ഇല്ലല്ലേ? ഇല്ല, എനിക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. വേറെ വെൽക്കം. ധൈര്യമുള്ളവര് വിളിക്കും, അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ധൈര്യമില്ലാത്തവര് ഇതിനകത്ത് കിടന്ന് തെറി വിളിക്കും. ഇതിനകത്ത് കിടന്ന് തെറി വിളിക്കാനും ഈ അനാവശ്യങ്ങൾ പറയാനുമല്ലാതെ ഇവർക്ക് പറ്റില്ല. ഹലോ 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 ടീച്ചർ, നമസ്കാരം. 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 എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ? സുഖാണ്, നന്നായിരിക്കുന്നു. നിങ്ങളുടെ കോൾ എല്ലാരും കേൾക്കുന്നുണ്ട് കേട്ടോ, ലൈവാണ്. ലൈവിൽ തന്നെ അത് കണ്ടോണ്ട് നമ്പർ കിട്ടാതിരുന്ന കുറച്ച് നമ്പറിന് അന്വേഷിക്കാൻ നമ്പർ കിട്ടി, അങ്ങനെ ഒന്ന് വിളിച്ചത്. ഓക്കെ, സന്തോഷം കോശി, പറഞ്ഞോളൂ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കാരണം ഇത് എല്ലാം തന്നെ അറിയാൻ വയ്യാത്തവർക്കും അറിയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിന് വളരെയധികം നന്ദി. സന്തോഷം. പിന്നെ അതുപോലെ എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. ചോദിക്കൂ. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തത്തില് ഏതോ ഒരു മത നേതാവ് പ്രസംഗിച്ചത് പന്നി മറ്റുള്ള കാര്യങ്ങള് ആയിട്ടുള്ള വിഷയമായിട്ട് സംസാരിച്ചായിരുന്നു. അതെ.
അതെ. അപ്പോൾ അങ്ങനെയുള്ള അവിടുന്ന് പൈസ കിട്ടുന്നത് വേണ്ട എങ്കിൽ ബാക്കിയുള്ള ഇന്ത്യക്കകത്തുള്ള ഹിന്ദുക്കളുടെ നിന്നും മറ്റുള്ള പല പല ആൾക്കാരിൽ നിന്ന് വാങ്ങുന്ന പണങ്ങൾ അവിടെ വീട് പണിക്കോ അല്ല മറ്റുള്ള സൗകര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, ഇതിനു മുമ്പും ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ജാതിയും മതവും ഇല്ലാതെ എല്ലാവരും പ്രയത്നിച്ചിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയ പണമൊക്കെ ഇവര് തിരിച്ചു കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ദുരന്തത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഇന്ത്യൻ ആർമി, സാധാരണക്കാർ, ആ നാട്ടിലെ പ്രാദേശികവാസികൾ, അവരുടെയൊക്കെ സേവനം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇസ്ലാം നായ ഹറാമാണ് എന്ന് പറയുമ്പോൾ ആ നായയാണ് ഒരു സ്ത്രീയുടെ സാന്നിധ്യം, ഒരു മനുഷ്യ സാന്നിധ്യം മണ്ണിനടിയിലുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതൊക്കെ വേണ്ടാന്ന് പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ബ്രദറെ? 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലേ ഇവർക്ക് മതം വരൂ. ഇപ്പോ ഈ പന്നി ഫാമിന്റെ ഒരു മുതലാളിയാണ് 10 ലക്ഷം രൂപ പിണറായി വിജയന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത്. 7 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. ഇവരൊക്കെ വേണ്ടെന്ന് പറയണ്ടേ? അതേ രീതിയിൽ തന്നെ ഈ മദ്യവും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തിട്ട് കിട്ടുന്നതാണല്ലോ ഈ സർക്കാരിൽ കൂടുതൽ പണങ്ങൾ വരുന്നത്. ആ പണം ഉപയോഗിച്ചാണല്ലോ. അതും ഇതിപ്പം ഹറാമായിട്ടുള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അല്ല, ഹറാമും ഹലാലും മാത്രമല്ല, ഈ റോഡ് ഉണ്ടാക്കുന്നതടക്കം ഗവൺമെന്റിന്റെ ടാക്സ് ഇവര് ഏതെല്ലാം രൂപത്തിൽ ഇവർ അനുഭവിക്കുന്നുണ്ട്. വണ്ടിക്ക് ഇവർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ഇവര് പലിശ എടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നു പന്നിമാംസം വിറ്റ പണം വേണ്ടാന്ന്. എത്രയോ ആളുകൾ ഏതെല്ലാം രൂപത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. മലദ്വാർ ഗോൾഡ് ഇവർക്ക് എങ്ങനെയാണ് ഹലാലായി മാറുന്നത്? അപ്പോ ഇവര് എല്ലായിടത്തും മതം എന്ന വിഷം കലക്കുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവായിട്ടാണ്. കാരണം ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ മദ്രസ അധ്യാപകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ നികുതിയിൽ നിന്നും കൊടുക്കുന്നുണ്ട്. അത് മതമില്ലാത്ത എന്റെ നികുതിയും അന്ധവിശ്വാസികളുടെ നികുതിയും അടക്കം ഒരുപാട് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇവര് പറയുന്ന അഭിസാരികയുടെ പണം അടക്കമുണ്ട്. ഇവരത് തിരിച്ചു കൊടുക്കുവോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇവരാരും അതിന് ഉത്തരം പറയുന്നില്ല. ഉത്തരങ്ങൾ ഇല്ല ഇവർക്ക്. ഇപ്പൊ തന്നെ ഇവർ ഇന്നലെ മുതൽ ഇവർ ചോദിച്ചോണ്ടേയിരുന്നു, നിന്നോട് നേരിട്ട് ഡിബേറ്റ് ചെയ്യണം, ധൈര്യമുണ്ടോ എന്ന്. നമ്പർ ഇട്ടിട്ട് മിനിറ്റ് 40 ഒറ്റ കോയാമാര് വിളിച്ചിട്ടില്ലല്ലോ. കാരണം ഇവർക്ക് വിളിക്കാൻ പറ്റില്ല. ചോദ്യം ചോദിക്കുമ്പോൾ ഇവർക്ക് മുട്ടിടിക്കും, ഇവർക്ക് നേർക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ ധാരാളം അതിന് മുമ്പ് തന്നെ ഒഴിച്ചോ ടീച്ചർ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ, അവരാരും തന്നെ മുന്നോട്ട് വരുന്നുമില്ല. കാരണം ഇപ്പൊ ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ ഇത് കാണുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ആരും തന്നെ ഒരു ഉത്തരമോ അല്ലെങ്കിൽ ഈ പറയുന്നത് തെറ്റാണെന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളത്. അതിപ്പോ ടീച്ചർ പറയുന്നത് ശരിയല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ളത് തെളിയിക്കുക എന്നുള്ള ഒരു സൈഡ്, അതിനാരും വരുന്നുമില്ല. അതിപ്പം ഈ ഒരു മതം നല്ല എല്ലാ മതത്തിനകത്തും എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഒന്നിൽ വളച്ച് കെട്ടി തിരിച്ചു മറിച്ചു എല്ലാം ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. പിന്നെ ടീച്ചറുടേത് ആരിഫോ ലിയാഖത്തലി, ജബ്ബാർ മാഷ്, പിന്നെ നമ്മുടെ ഈ അടുത്ത സമയത്ത് പറഞ്ഞപ്പെട്ടു പോയ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെയൊക്കെ വീഡിയോയും കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരുടെയും ജോലിയുടെ തിരക്ക് കാരണം കൊണ്ട് ചിലപ്പോൾ എല്ലാം ഒന്നും സാധിക്കുന്നില്ല. പിന്നെ നാട്ടില് എല്ലാരും സുഖം തന്നെ, ബോധിയിലും എല്ലാം സുഖം തന്നെയാണോ? എല്ലാരും സുഖമായിരിക്കുന്നു. ശരി എന്നാൽ ആദ്യമായിട്ട് കിട്ടുകയും സംസാരിക്കുകയും ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവിധ നന്മകളും നേരുന്നു. ഗുഡ് നൈറ്റ്. ഇസ്ലാം ഏത് കാലഘട്ടത്തിന് അനുയോജ്യമാണ് എന്ന് പറയേണ്ടത് ഇസ്ലാമിനെ അനുധാവനം ചെയ്യുന്ന ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വിമർശനങ്ങൾ, ഇപ്പൊ എന്റെ യൂട്യൂബ് വീഡിയോകൾ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, 11,000 വീഡിയോകൾക്ക് പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ വെച്ചിട്ട് ജാമിദ പറഞ്ഞ് ഈ ഖുർആൻ വചനം ഖുർആനിൽ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല, അതിന്റെ ആശയം അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാതെ പോകുന്നത്? ഇവർക്ക് സാധിക്കില്ല. ഹലോ
ഹലോ ഹലോ കേൾക്കാമോ? പറയൂ. കേൾക്കാം, പറയൂ. നിങ്ങളെന്താ ഇസ്ലാം മതം വിടാനുള്ള കാരണം എന്താ ഉണ്ടായത്? ഇസ്ലാം മതത്തിൽ മാനവികതയില്ല എന്ന് തോന്നിയത് കൊണ്ട്. ഓക്കെ ഓക്കെ. എത്ര വരെ മദ്രസ പഠിച്ചായിരുന്നു? ഞാൻ അറബി കോളേജിൽ പഠിച്ചതാണ്. മഞ്ചേരി എടവണ്ണ ജാമിയ നദവി അറബി കോളേജിൽ അഫ്സലുൽ ഉലമ എന്ന കോഴ്സ് പഠിച്ചതാ. ഞാനും മഞ്ചേരിയുള്ളതാ. ആണോ? ഞാൻ എടവണ്ണ. അങ്ങനല്ലേ, മറ്റേ വണ്ടൂര്. അതെ. ഒരു 4-5 വർഷം മുമ്പ് പറഞ്ഞു കേട്ടിരുന്നു. ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇങ്ങനെ ജമാഅത്തിന് ഇമാമായിട്ട് നിന്നൊക്കെ പറഞ്ഞു കേട്ടെ. വണ്ടൂര് ഞാനും വെച്ച്. ആണോ? അതെ. ശരി ശരി. ഞാൻ ഇങ്ങനെ പരിചയപ്പെടുന്ന വിചാരിച്ചു വിളിച്ചതായിരുന്നു. ശരി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. ആദ്യമായിട്ടാണ് ബ്രദറെ മര്യാദയ്ക്ക് ഒരു മുസ്ലിം യുവാവ് വിളിച്ച് സംസാരിക്കുന്നത്. സാധാരണ വിളിച്ചാൽ പച്ചത്തെറിയ വിളിക്കുക. വളരെ സന്തോഷം. അത് എനിക്കറിയില്ല. ഇതിനകത്ത് തന്നെ വന്ന് നോക്ക്. ഒരു മുഹമ്മദ് അയാൻ എന്ന് പറയുന്ന ഒരാള്, മുഹമ്മദ് അയാൻ എന്നൊരാള് ഇതാ ലൈവ് കഴിഞ്ഞ് ഗ്രൂപ്പില് വീഡിയോ കോള് വിളിക്കണം, കളിക്കോള് വിളിക്കണം. ഇതൊക്കെ കൊണ്ടല്ലേ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് സുഹൃത്തെ? അല്ല, വിമർശിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടിയല്ലേ പറയേണ്ടത്? ഈ അനാവശ്യങ്ങൾ പറയുമ്പോ നമുക്ക് വീണ്ടും ഇസ്ലാമിന്റെ കൾച്ചറാണിതെന്ന് പറയേണ്ടി വരുമല്ലേ? 40-35-30 വയസ്സായിട്ട് ജീവിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ നമുക്ക് ഇത് കാണുമ്പം നമ്മുടെ മുഹമ്മദ് നബിയെ, അതുപോലെ ഞങ്ങൾ പഠിച്ച അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന കാണുമ്പോ ആർക്കായാലും ഒരു വിഷമം കാണില്ലേ? അതല്ല റഹീസേ, ഈ മുഹമ്മദ് നബിയെ 30-35 വർഷം ഞാനും സേവിച്ചിരുന്ന ആളാണ്, സ്നേഹിച്ചിരുന്ന ആളാണ്, പ്രചരിപ്പിച്ചിരുന്ന ആളാണ്. ഖുർആൻ ക്ലാസ്സുകൾ എടുത്തിരുന്നു, അറബി കോളേജിൽ പഠിപ്പിച്ചിരുന്നു, മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ തന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോ ശരിയാണ്, നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ വിഷമം തോന്നും. പറയുന്ന ഖുർആൻ വചനങ്ങളും ഹദീസുകളും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ, ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ SKSSന്റെ പ്രവർത്തനം കൂടിയാണ്. സന്തോഷം. നിങ്ങൾ മഞ്ചേരി ജമാഅത്തിന്റെ തബ്ലീഗിന്റെ ഒരു ഇതിലാണ് നിന്ന് പഠിച്ചെന്ന് പറഞ്ഞു കേട്ടു. അല്ല, മുജാഹിദിന്റെ സ്ഥാപനമാണ്. ജമാഅത്ത് ഇസ്ലാമിയിലായിരുന്നു. അല്ല, മുജാഹിദിന്റെ സ്ഥാപനമാണ്. കേരള നദവത്തിൽ മുജാഹിദിന്റെ സ്ഥാപനമാണ്. ജാമിയ നദവി അറബി കോളേജ്. അറിയാം. അപ്പൊ ഞാനൊരു സുന്നി പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണ്. സുന്നി. നാസർ ഫൈസി കൂടത്തായുടെ ടീമാണല്ലേ? എങ്ങനെ? നാസർ ഫൈസി കൂടത്തായുടെ ടീം ആയിരിക്കും. അല്ലേ? നാസർ ഫൈസി മാത്രല്ല, നമ്മുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ, പിന്നെ ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറി, ഇപ്പത്തെ ജനറൽ സെക്രട്ടറി. അങ്ങനെ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ പൂക്കോട്ടം എന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അറിയാലോ? അവിടെ മറ്റേ നമ്മുടെ അബ്ദുസമദ് പൂക്കോട്ട് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മൂപ്പര് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും, ഈ ഇസ്ലാമിലെ മാത്രമല്ല, മൂപ്പര് അഡ്വക്കേറ്റ് കാണാണ്. അപ്പോ നമ്മുടെ ഈ വലിയ വലിയ സംസ്ഥാന സമ്മേളനത്തിനും മറ്റൊക്കെ മെയിൻ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. ഈ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് അതുപോലെ വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പം അതിന് മെയിനായിട്ടുള്ള നേതൃത്വം, അല്ലെങ്കിൽ നേതൃത്വം പറയാൻ പറ്റില്ല, പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. അപ്പോ ഞാൻ വേണമെങ്കിൽ നമ്മുടെ സംസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പരെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് സംശയങ്ങളില്ല. ഇസ്ലാമിനെ കുറിച്ച് എനിക്കുള്ള ധാരണകൾ ശരിയാണ് എന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളാണ് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. എനിക്ക് ഡൗട്ടില്ല.
അതല്ല ജാമിക ടീച്ചർ, നിങ്ങളിപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങളുടെ മോശമാണെന്നുള്ള രൂപത്തിലല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നേ? അങ്ങനെ പറഞ്ഞിട്ടില്ല റൈസേ. കംപ്ലീറ്റ് കാര്യങ്ങൾ മോശമാണ് എന്ന് പറയാൻ ആർക്കും പറ്റില്ല. എല്ലാത്തിലും നെല്ലും പതിരും ഉണ്ടാകുമല്ലോ. പക്ഷെ നിങ്ങൾ ഫുൾ ടൈം ഇസ്ലാമിനെതിരായിട്ടുള്ള വീഡിയോസ് ആണല്ലോ. അല്ല റൈസേ, ഇതിലുള്ള നല്ല വശങ്ങളെല്ലാം ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാര് പറയുന്നുണ്ടല്ലോ. മോശം വശം പറയാൻ ആരും ധൈര്യം കാണിക്കുന്നുമില്ല. ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ മതപ്രവേശനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാത്തോണ്ടാ. ഈവൻ ഞാൻ പറഞ്ഞ ഈ അബ്ദുൽ സമാധാനി വരെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങളെടുത്ത് പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ എന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളടുത്ത് പറയാം, നിങ്ങളത് കേൾക്കാത്തോണ്ടാണ്. നിങ്ങളത് കേൾക്കണം മനസ്സിൽ ആദ്യം കാണിക്കൂ. ഞങ്ങളടുത്ത് പറയാറുള്ളത് ഇതാണ്, ഞങ്ങളെ തന്നെ നന്നാക്കാനുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞു തരാറുള്ളത്. മനസ്സിലായോ? ഞങ്ങൾ സെൽഫായിട്ട്, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നോമ്പ് അറിയാലോ, നമുക്ക് ഇമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങളല്ലോ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശക്തിപ്പെടുത്തുക. അത് ശക്തിപ്പെടുത്തുക മീൻസ് അതിൽ നിങ്ങൾ പൂർവാധീന ശക്തിയോട് കൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ സമയത്തിന് നിസ്കാരങ്ങൾ നിർവഹിക്കുക. അതായത് കളയാക്കാൻ പാടില്ല. ഒരു ആത്മസംസ്കരണം. അല്ലാണ്ട് ഞങ്ങളടുത്ത് അടുത്തുള്ള എന്റെ അയൽവക്കത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അവരെ പോയിട്ട് തലവെട്ടാനോ അല്ലെങ്കിൽ കാല് വെട്ടാനോ പറയുന്നില്ല. ഞങ്ങൾക്ക് പറഞ്ഞു ഞാൻ ഇതുവരെയായിട്ട് ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. യൂട്യൂബിലും ലൈവായിട്ടും കേട്ടിട്ടുണ്ട്, ലൈവായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട്. കാരണം എന്റെ ചെറുതിയാക്കി ഇഷ്ടം പോലെ പ്രഭാഷണങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഒരു 10 വർഷമായിട്ടാണ് യൂട്യൂബിൽ വരാൻ തുടങ്ങിയത്. എന്റെ ചെറുതിലെ മുതലേ കംപ്ലീറ്റ് ലൈവായിട്ട്. നമ്മുടെ നോമ്പിന്റെ സമയം അറിയാലോ, നോമ്പിന്റെ സമയത്ത് നിങ്ങളവിടെയും കാണും. 1 മുതൽ 30 വരെ എല്ലാ ദിവസവും കാണും മതപ്രഭാഷണം. അന്ന് ഞങ്ങൾ മിക്ക ദിവസങ്ങളും പോകും. എല്ലാ ദിവസവും പോകുമെന്ന് പറയാറില്ല, പറയുന്നില്ല. കാരണം കുട്ടികളല്ല ആ സമയത്ത്, അപ്പൊ പഠിക്കാനും എഴുതാനൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷെ എങ്കിലും നോമ്പ് ആ സമയത്ത് നമുക്ക് സ്കൂൾ ഉണ്ടാവില്ല. എന്റെ ചെറുതല സ്കൂളിൽ ഇല്ലാത്ത സമയമാണ് നോമ്പിന്. സ്കൂൾ മൊത്തമായിട്ട് അടച്ചിട്ടുണ്ടാവും 30 ദിവസം. അപ്പൊ ഈ 30 ദിവസം എല്ലാ ദിവസവും പോകാറില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സിലും ഒന്നല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റോപ്പിൽ മതപ്രഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കിപ്പോ 36-ാമത്തെ വയസ്സാകുമ്പോ ഒരു ഏജിൽ പോലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ഇതുവരെയായിട്ട് ഞാൻ തൊട്ടടുത്ത ഹിന്ദുക്കളെ പോയിട്ട് തലവെട്ടണം അല്ലെങ്കിൽ കാൽവെട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് പോലും പറഞ്ഞാൽ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ പോലും. നിങ്ങൾക്കറിയാം, നിങ്ങൾ തൊട്ടടുത്തുള്ള ആളാണ് സിംസാറിലേക്ക്. അതുകൊണ്ടാണ് പുള്ളിയുടെ വീട് കത്തപ്പരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുള്ളിയുടെ നേരിട്ട് പോയി വീട്ടിൽ പോയിട്ട് സംസാരിക്കാൻ. റേസ് പറഞ്ഞതിൽ തന്നെ റേസിന്റെ ചോദ്യത്തിന് മറുപടിയുണ്ട്. ഞങ്ങളുടെ പ്രഭാഷകരൊക്കെ, ഞങ്ങളുടെ മതപ്രഭാഷകന്മാർ, പ്രചാരകന്മാർ, മതപുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ഇവരൊക്കെ ഞങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആത്മസംസ്കരണം, നമ്മളെ എങ്ങനെയാണ് മതപരമായി സംസ്കരിക്കേണ്ടത്. അല്ല, അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അതെ, അപ്പൊ നമ്മളെ എങ്ങനെയാണ് മതപരമായി സംസ്കരിച്ച് ഒരു മനുഷ്യനാക്കി മാറ്റേണ്ടത്, പ്രവാചകന്റെ അനുയായിയാക്കി മാറ്റേണ്ടത് എന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് റൈസിന്റെ പുരോഹിതന്മാരിൽ നിന്നും ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരുവിധം എല്ലാ മുജാഹിദ് പള്ളിയിൽ കയറിയിട്ടുണ്ട്, ജമാഅത്ത് അല്ലെങ്കിൽ തബ്ലീഗ്, അല്ലെങ്കിൽ ഞാൻ സുന്നിപ്പള്ളിയിൽ മാത്രമല്ല കയറാറില്ല. മിക്കതും ഞാൻ സുന്നിപ്പള്ളി പ്രിഫർ ചെയ്യും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ട്രാവലിങ്ങോ മറ്റാണെങ്കിൽ ഞാൻ തബ്ലീഗ് പ്രിഫർ ചെയ്യാറുണ്ട്, ജമാഅത്ത് ഇസ്ലാമി പ്രിഫർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മുജാഹിദ് പ്രിഫർ ചെയ്യാറുണ്ട്. ഇവിടെയാണ് റൈസെ ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളുടെ തല വെട്ടണം എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആ വചനം ഖുർആനിലുണ്ട്. അതുണ്ടായിക്കോട്ടെ, പക്ഷെ അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് തെറ്റാണെന്ന് ഞാൻ പറയും. അല്ല, അത് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡൗട്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്തുകൂടെ? തൊട്ടടുത്ത് ഏതെങ്കിലും പിന്നെ ഇഷ്ടം പോലെ അതായത് ഖുർആൻ പറയുന്നത് 9-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ പറയുന്നത് പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും ശരി. നിങ്ങൾ ആരിഫ് ഹുസൈനും ലിയാഖത്തലിയൊക്കെ ഒരുപാട് തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ബക്കറയിലും അതുപോലെ ഇതിലും തൗബയിലും അല്ലെ,
ഞാനിപ്പോ തന്നെ ഇന്നത്തെ ലൈവിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ വചനം അതാണ്. 9-ാം അധ്യായം 123-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ നിങ്ങളിൽ ഭീകരത ദർശിക്കണമെന്നാ പറയുന്നത്. ഇത് തെറ്റാണ് എന്ന് ഞാൻ പറയും. അത് എന്തെങ്കിലും കേസ് സ്റ്റഡീസോ മറ്റോ ഉള്ള കാരണം കൊണ്ടാണ്. അല്ല, എന്ത് കോൺട്രഡിക്ഷൻ ആണെങ്കിലും ശരി അവിടെ പറയണ്ടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതുവരെയായിട്ട് ഒരു പ്രഭാഷണത്തിൽ പോലും, ഞാൻ മദ്രസത്തെ കാര്യമല്ല പറയുന്നത്, ഓക്കെ, ഒരു പ്രഭാഷണത്തിൽ പോലും ഞാൻ ഇതുവരെയായിട്ട്, ഇപ്പം നിങ്ങൾ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവില്ല, കേൾക്കാൻ ചിലപ്പം സ്ത്രീകൾ വരാറുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ചെറുപ്പത്തിൽ വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവര് ഒരുപാട് ഖുർആനിന്റെ സെന്റൻസ് എടുത്തിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രഭാഷണം റേസിന് മനസ്സിലായോ? നമ്മുടെ ഖുർആനിലും ഹദീസുകളിലുമുള്ള നല്ല വശങ്ങൾ മാത്രമേ ഇവർ പറയാറുള്ളൂ. മതപ്രഭാഷണത്തിൽ പറഞ്ഞു തരുന്നില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ മതപ്രഭാഷകന്മാരൊക്കെ ഖുർആനിലും ഹദീസിലുമുള്ള നല്ല വശങ്ങളെ പറയുന്നുള്ളൂ, പക്ഷെ മോശമായ വശങ്ങൾ പറയാൻ ഞങ്ങളെ ഉള്ളൂ. അതെങ്ങനെ ടീച്ചറെ വെളുപ്പിക്കലാകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം വേണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാരും വാളും കത്തിയെടുത്തിട്ട് ഇറങ്ങൂലേ? അതാ പറഞ്ഞത്. അതായത് ഈ കാലഘട്ടത്തിൽ ഖുർആനിലും ഹദീസിലുമുള്ള എല്ലാ വശങ്ങളും ജനങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം, പ്രചാരകർക്കറിയാം, പ്രഭാഷകർക്കറിയാം. അതെന്താ ടീച്ചർ അങ്ങനെ പറയുന്നത്? ഞങ്ങളിപ്പോ ഇവിടെ നിസ്കാരം നോമ്പ് എടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിട്ടാ. റൈസേ മനസ്സിലായില്ലേ റൈസിന്? അതായത് ഖുർആനിലെ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനും അന്യമത വിരോധവും യുദ്ധവും പഠിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ നിങ്ങളുടെ പ്രഭാഷകർ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല? നിങ്ങളെ ഇപ്പൊ തന്നെ റൈസ് തന്നെ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ അതിലൊന്നും ഇതില്ല എന്നല്ലേ പറഞ്ഞേ? മലപ്പുറം ജില്ലയിൽ മാത്രം എടുത്താൽ എത്ര മുസ്ലിങ്ങളുണ്ട്? 75% മുസ്ലിം. റൈസേ, ഈ ഖുർആൻ വചനങ്ങളൊക്കെ ഖുർആനിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങളത് അറിയുന്നത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടാ? അല്ല, ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങൾക്ക് ഇത് ഇന്റേണലി ഉള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല? അതെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ഹിന്ദുവിന്റെ തല വെട്ടാൻ നിങ്ങൾക്ക് ഇന്ന് ഇറങ്ങി തിരിക്കാൻ പറ്റുമോ? അല്ല, ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾക്ക് എല്ലായിടത്തും തന്നെ സ്വർഗം കിട്ടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മാഡം. മനസ്സിലാക്കാം. ഞങ്ങൾക്ക് തല വെട്ടേണ്ട ആവശ്യമില്ല. റൈസേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് ഉദ്ബോധനമായിട്ട് അല്ലാഹു അയച്ച ഗ്രന്ഥമാണ്. ആരിഫുസൈനെ പോലെ പറയാൻ വിടാത്ത രൂപത്തിലാക്കല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. എപ്പോഴുള്ള ക്യാരക്ടർ എങ്ങനെയാണ്, എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ഇങ്ങനെ കൗണ്ടർ അറ്റാക്ക് അടിച്ചുകൊണ്ടേയിരിക്കും. ഇല്ല, റൈസ് പറഞ്ഞോ. അതായത് ഞാൻ പറയണത്, ഞാനൊരു എഞ്ചിനീയർ ആണ്. ഓക്കെ, അത്യാവശ്യം 7ാം ക്ലാസ് വരെ SKSS പഠിച്ചിട്ടുള്ളൂ. SKSS മദ്രസയിൽ പഠിച്ചിട്ടുള്ളൂ. SKSSന്റെ വൈസ് പ്രസിഡന്റ് ആണ് നാട്ടിലെ. ഞാൻ 6 വർഷമായിട്ട് SKSSന്റെ യൂണിറ്റിലുണ്ട്, കമ്മിറ്റിയിലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ മതം ഈ തൊട്ടടുത്ത അയൽവാസി, ഇപ്പം എന്റെ അടുത്ത് 2 വീടപ്പുറത്ത് വേണ്ട തൊട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ കയറി വന്നത് ചേച്ചി, അതുപോലെ 2 വീടുകളുണ്ട്. ഇഷ്ടംപോലെ വീടുകളുണ്ട്. അത് എന്റെ ഉമ്മയായിട്ട് എപ്പോഴും താമസിക്കുന്ന ചേച്ചിമാരുണ്ട്, താത്തമാരുണ്ട്. ചേച്ചിമാര് മാത്രമല്ല, താത്തമാരുണ്ട്. അവരൊക്കെ വരും, അവരെടുത്ത് സംസാരിക്കും. ഞാൻ അവർക്ക് 1-2 അക്ഷരാന്വേഷണം സംസാരിക്കും. എന്തതുകൊണ്ട് നമ്മൾ അവരെ വന്ന് ഉടൻ തന്നെ ചേച്ചി ഒറ്റ കിട്ടി തലവെട്ടാം എന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ ചെയ്യണേ? അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ പറ. ഇനി ഞങ്ങൾ വിചാരിച്ചപ്പോ മലപ്പുറം ജില്ലയിൽ 30 ലക്ഷം മുസ്ലിംസ് ഉണ്ട്. ഈ 30 ലക്ഷം മുസ്ലിംസിൽ ഞങ്ങളൊന്ന് വിചാരിച്ചാൽ പോരെ ബാക്കിയുള്ള 10 ലക്ഷനെ കളയാനായിട്ട്? സിമ്പിൾ ആയിട്ട് പറ്റില്ലേ? ഞങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തൂടെ? ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്താ? ഇന്ന് ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്? നിങ്ങൾ ബംഗ്ലാദേശ് ഇത് വിട്ട് എന്നാൽ ഇന്നലത്തെ ദിവസം ഉണ്ടല്ലോ റൈസ്, ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1921 മലബാർ കലാപം തുടങ്ങിയതിന്റെ 103-ാമത്തെ വർഷമായിരുന്നു ഇന്നലെ. 1921 അമുസ്ലിങ്ങളെ നോക്കി തലവെട്ടിയ ചരിത്രം ഇവിടെയുണ്ട് കേരളക്കരയ്ക്ക്. ഇന്നത് നടക്കില്ല, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല. ഇന്നെന്തുകൊണ്ട് നടക്കില്ല? ഞങ്ങൾക്ക് എന്താ സ്വർഗം വേണമെന്നുണ്ട് ചെയ്തൂടെ? അല്ല, സ്വർഗം വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇന്ന് നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ചെയ്യാൻ പറയുന്നില്ല.
നിങ്ങൾ ആദ്യം റൈസേ, മതപ്രഭാഷണം പോയിട്ട് കേൾക്കൂ. അല്ല മതപ്രഭാഷണം റൈസേ, റൈസേ 35-40 കൊല്ലത്തോളം ഞാൻ ഈ മതപ്രഭാഷണം നടത്തുകയും കണ്ടക്ട് ചെയ്യുകയും ഇത് കേൾക്കുകയും ചെയ്ത ആളാ. ഓരോ റമദാൻ മാസത്തിലും 30x3 90 ഖുർആൻ ക്ലാസ്സുകൾ ദിവസം എടുത്തിരുന്ന ആളാ, ഒരു മാസത്തിൽ എടുത്തിരുന്ന ആളാ ഞാൻ. ശരി, അപ്പൊ എന്താണ് മതപ്രഭാഷണങ്ങളിൽ എന്താണ് പറയാറുള്ളത്? 1-2 മണിക്കൂർ വെച്ചിട്ടുള്ള അതെ റൈസേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ കത്തിയും കഴയും എടുത്ത് ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ കത്തിയുമായിട്ട് ഇറങ്ങാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തില്. കാരണം ഇന്ന് ഇപ്പോ 1921 ശേഷം 1921 മുതൽ 26-ലാണ് സമസ്ത ഉണ്ടായത്. അതെ, അതിനുശേഷം അങ്ങനെ ഉണ്ടായ ചരിത്രം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം കേരളത്തിൽ റൈസേ ഇത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇനി ഇത് വർക്കൗട്ട് ആകില്ല എന്ന് ഉറപ്പായത് കൊണ്ടാണ് നിങ്ങൾ ഭൂരിപക്ഷമാകാൻ വേണ്ടി കാത്തിരിക്കണം. ഇപ്പൊ ഇവിടെ റൈസേ, CAA വിഷയം വന്ന സമയത്ത്, CAA പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് 21-ൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നായിരുന്നു ഇവിടെ മുദ്രാവാക്യം മുഴക്കിയത്. എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പൊ നിർമ്മല കോളേജിൽ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ പ്രതിഷേധത്തിൽ എന്താ വിളിച്ചു പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ മെജോറിറ്റി ആയിട്ടുണ്ട് കേട്ടോ എന്ന്. അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ നാട്ടില് നവോദയ അതുപോലെ ക്രിസ്ത്യൻസിന്റെ 1-2 സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നസറത്ത് മഞ്ചേരി ഉള്ളതാണ്. അതുപോലെ നവോദയ, അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അവിടെ സെൽഫായിട്ട് റൂമുകൾ ഉണ്ടല്ലോ, പ്രയർ റൂമുകൾ ഉണ്ടല്ലോ. അവിടെ അതെന്തുകൊണ്ടാ ഇസ്ലാമിക സ്ഥാപനങ്ങളിലില്ലേ? ഇസ്ലാമിക ഇല്ല. ഞാൻ പഠിച്ച ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. പിന്നെ വേറെ കാര്യം, എല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങളിലും ഉണ്ട് റൈസേ. എങ്ങേയറ്റം ഇക്ര എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് മിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? ബേബി മെമ്മോറിയൽ കേട്ടിട്ടുണ്ടോ? സ്റ്റാർ കെയർ കേട്ടിട്ടുണ്ടോ? ഇവിടെ എല്ലാം നമസ്കരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങേയറ്റം കരിപ്പൂർ വിമാനത്താവളത്തിൽ വരെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പള്ളി രൂപത്തിൽ. അതുകൊണ്ട് ആർക്കെന്ത് ബുദ്ധിമുട്ട്? ഞങ്ങളുടെ റൈസേ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി മാത്രമുള്ളതാ, അവിടെ മതം ഫോളോ ചെയ്യാനുള്ളതല്ല. അല്ല, അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പൊ മുസ്ലിങ്ങൾ ആരും പഠിക്കേണ്ടതാണ് നിങ്ങൾ പറഞ്ഞത്? മുസ്ലിങ്ങൾ അവർക്ക് പഠിക്കാനായിരിക്കണം കോളേജിൽ വരേണ്ടത്, മതം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കരുത്. അങ്ങനെയുള്ളവർ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോകണം. മേഡം, ഞങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വിശ്വാസം, പിന്നെ അതായത് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്ലസ് പാരലൽ വിത്ത് മറ്റേ നമ്മുടെ ഇത് റീജിയണൽ. അപ്പൊ രണ്ടും കൂടെ എവിടെയാണ് അങ്ങനെ പറഞ്ഞത് റൈസേ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാ പ്രവാചകൻ പറഞ്ഞത്? ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ള പറയുമ്പോ നമുക്കൊരു ആധാരം വേണ്ടേ? എത്രയോ പിന്നെ SIC അങ്ങനെ ഒരുപാട്. ശരി, എവിടെയാണ് പ്രവാചകൻ ഫിസിക്കൽ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം നൽകിയത്? പ്രവാചകൻ പറഞ്ഞു തന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് മതപ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളത്. ഈവൻ അബ്ദുസമദ് സമദാനി പോലും പറഞ്ഞിട്ടുള്ളത്. അല്ല, അബ്ദുസമദ് സമദാനി പറഞ്ഞു എന്നത് ഇവിടത്തെ തെളിവല്ല. ഇവിടെ എന്താണ് വേണ്ടത്? അബ്ദുസമദ് പൂക്കോട്ടൂർ, ശരി, ഇവിടെ വേണ്ടത് ഖുർആനും ഹദീസുമാണ്. അവരൊന്നും ഇവിടെ ആധാരമല്ല. ഇസ്ലാം പഠിപ്പിച്ചത് എന്ത്? പ്രവാചകൻ പഠിപ്പിച്ചോ വിദ്യാഭ്യാസം നിങ്ങൾ നേടിക്കൊള്ളാൻ? പഠിക്കാൻ പോകണമെന്ന് വെക്കാം. കാരണം എന്താ വെച്ചാൽ, അയ്യോ റൈസേ, അതല്ല റൈസേ, അങ്ങനെ പറയരുത്. ഫിസിക്കല് മാത്രം അല്ല റൈസേ, ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകാനുള്ള സ്ഥാപനങ്ങളാണ്, മതം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളല്ല. അങ്ങനെ മതം ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ളവർക്ക് ഇന്ന് എത്രയോ ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. മുസ്ലിങ്ങൾ നടത്തുന്ന എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. മെഡിസിൻ സ്ഥാപനങ്ങളിലെ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. MES എത്ര സ്ഥാപനങ്ങളുണ്ട്? അല്ല അല്ല ഈ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ റൈസേ, ഉച്ചയ്ക്കുള്ള ലുഹർ നമസ്കാരം മാത്രമല്ലേ ഇവിടെ പ്രശ്നമായിട്ടുള്ളൂ? അത് വീട്ടിൽ പോയിട്ട് നമസ്കരിച്ചാലും മതിയല്ലോ, 3:30 കോളേജ് വിടുമല്ലോ. അത് മിസ്സാക്കണമെന്നല്ല. ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിനു മാത്രം പ്രാമുഖ്യം നൽകാനാ, അവിടെ മതം ഇംപ്ലിമെന്റ് ചെയ്യാനല്ല.
ഞങ്ങളും പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ. അത് അല്ല എന്നല്ലേ തെളിയിക്കുന്നത്. ഞങ്ങൾക്ക് മതം ചോദിക്കട്ടെ, ഒരു 10 മിനിറ്റ് നിസ്കരിക്കുന്നതിന് റൈസേ, എന്താ പ്രോബ്ലം? എത്ര മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് കയറാൻ അവകാശമുണ്ട്? അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം നിസ്കരിക്കുക. എന്നാ പിന്നെ നിർമ്മല സ്ഥാപനത്തെക്കാട്ടിൽ ഉത്തമം വീടല്ലേ? വീട്ടിൽ ഇരുന്നോ പോരെ? അവിടെ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ, കോളേജ് ആകുമ്പം അവിടെ പുരുഷന്മാർക്കും അതായത് ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും നിസ്കരിക്കാമല്ലോ അവിടെ. റൈസേ, ഈ സ്ഥാപനത്തിന്റെ 50 മീറ്റർ അകല പള്ളിയുണ്ട്, അവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധമുണ്ടാക്കാതെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ സ്ഥലം വേണമെന്ന് പറയുന്നതിന്റെ ഇന്റൻഷൻ എന്താ? സ്ത്രീകൾക്ക് ഇപ്പൊ സുന്നികളിലെ സ്ത്രീകൾ അങ്ങനെ പള്ളിയിൽ പോകാറില്ല, അത് അവർക്ക് നിർബന്ധമില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം. പക്ഷെ അവർക്ക് ഉത്തമം അവരുടെ വീടിൽ നിന്ന് ചെയ്യുന്നതാണ് നിസ്കാരം ചെയ്യുന്നത്. ഇൻ കേസ് അവർക്ക് വീട്ടിലെത്താൻ പറ്റില്ലെങ്കിൽ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമുകളിൽ നിന്ന് ചെയ്യണം. എന്റെ ഉമ്മയും അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പം ഫാമിലിയിലുള്ള ലേഡീസ് ഒക്കെ ചെയ്യാറുള്ളത്, അവര് അവിടെ ഇപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോയിരിക്കണേ അവിടെ നിന്ന് ഇവർ നിസ്കരിക്കും. ഇൻ കേസ് അവര് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കും. അവിടെ ഒരു പ്രയർ റൂം കാണും, അവിടെ നിസ്കരിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂളിലും എന്തായാലും കാണാറുണ്ട്. നമ്മുടെ അടുത്ത സ്കൂളിലൊക്കെ എന്തായാലും ഈ പ്രയർ റൂംസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ലേഡീസ് ആണെന്ന് വിചാരിച്ചിട്ട് അവർ നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം നമസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്യുമ്പോൾ ഹിന്ദു പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള പൂജ സാമഗ്രികളൊക്കെ ചെയ്യാൻ സൗകര്യം ഒരുക്കണം. അവരുടെ മതത്തിലെ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ടോ ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾ അമ്പലത്തിൽ പോകണം? ഉണ്ടല്ലോ, എല്ലാ നേരവും നിങ്ങൾ ഉണ്ടല്ലോ. റൈസ്, ഇവിടെ എന്താണ് പ്രശ്നം എന്നറിയാം? മുസ്ലിങ്ങൾക്ക് റൈസ് പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടല്ലോ. റൈസേ, ഇവിടെ മതം ഫോളോ ചെയ്യൽ നിർബന്ധമാണ് എന്ന് റൈസ് പറയുന്നു. സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് റൈസ് പറയുന്നു. മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അത് നിഷിദ്ധമാണെന്ന് റൈസ് പറയുന്നു. അങ്ങനെയാണ് ഹദീസിലുള്ളത്. ഉത്തമം വീടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നിർമ്മല കോളേജ് എങ്ങനെ ഉത്തമമാകുന്നത്? അതാ പറഞ്ഞ അവർക്ക് അന്നേരം വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമുണ്ടോ? അല്ല, എന്നാ പിന്നെ അവർ ഇസ്ലാമിക സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്താ പോരെ? അല്ല, അതാ പറഞ്ഞത്, ഒരു ജില്ലയിൽ ഒരു സ്ഥാപനം പോലും ഇസ്ലാമിക് ആയിട്ടില്ല. ഈവൻ വലിയ വലിയ കോളേജസും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസ് ഒക്കെ അല്ല. നിർമ്മല കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് നിർമ്മല കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്. അതിന് മാത്രം ഉണ്ടോ? ഉണ്ട്. നമസ്കരിക്കാൻ 3 നമസ്കാര പള്ളിയുമുണ്ട് 50 മീറ്റർ അകലെയായിട്ട്. അവിടെ എങ്ങും നമസ്കരിക്കണ്ട, നിർമ്മല കോളേജിൽ തന്നെ നമസ്കരിക്കണം. എന്താ അത്ര നിർബന്ധം? അത് ചിലപ്പോ സുന്നി പള്ളി ആയിരിക്കാം, അവിടെ പിന്നെ സ്ത്രീകളെ കയറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സുന്നി പള്ളികളിലല്ലേ പ്രതിഷേധിക്കേണ്ടത്? അതിനു മുമ്പിൽ ഞങ്ങളെ കയറ്റണമെന്ന് പറഞ്ഞിട്ട്. നിർമ്മല കോളേജിനെക്കാട്ടിലും നല്ലത് ഇസ്ലാമിക സ്ഥാപനമല്ലേ അത്? നമസ്കരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ആലയമല്ലേ അത്? അവിടെ നമസ്കരിക്കാൻ പ്രതിഷേധം ഉണ്ടാക്കാതെ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ മാത്രം എന്തിനാ വന്നത്? ഇസ്ലാം സുന്നികൾ വിശ്വസിക്കുന്നത് അവര് സ്ത്രീകൾക്ക് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞു. ഉത്തമ മീൻസ് എന്താണ് അർത്ഥം? വീട്ടിലിരിക്കണം, ഏറ്റവും നല്ലതാണെന്ന്. ഗ്രേറ്റ്. നിങ്ങളടുത്ത് ഒരാൾ പറയാണ്, നിങ്ങളടുത്ത് ഒരാൾ ചായയും പാലും കുടിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഏതാ കുടിക്കുക? എനിക്ക് സൗകര്യമുള്ളത് ഞാൻ കുടിക്കും. പാലല്ലേ കുടിക്കത്തുള്ളൂ? ഇല്ല, എനിക്ക് സൗകര്യമുള്ളത് ഞാൻ കുടിക്കും. പാല് തന്നെ എടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് പിന്നെ വൈറ്റമിൻസും എല്ലാം നോക്കുമ്പോൾ ഏതായിരിക്കും ഏറ്റവും ഉത്തമം? ഇല്ല, ഞാൻ എപ്പോഴും ചായ കുടിക്കുന്ന ആളാണ്. എനിക്ക് റൈസേ, ഇതൊന്നും ഒരു കാരണമല്ല റൈസേ. ഇവിടെ എന്താണ് ഉദാഹരണങ്ങൾ പറയാറുണ്ട് മേഡം, അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം റൈസേ, ഇവിടത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം? ലേഡീസിന് ഉത്തമം അല്ല, ലേഡീസിന് ഉത്തമം വീടാണ്. എന്നാ പിന്നെ പെണ്ണുങ്ങളോട് വീട്ടിലിരിക്കാൻ പറയും. എന്നാലും അവർക്ക് നമസ്കരിച്ചേ പറ്റുള്ളെങ്കിൽ ഇസ്ലാമിക സ്ഥാപനത്തിൽ പോയി പഠിക്കട്ടെ. ഇവിടുത്തെ ലേഡീസ് മാത്രമല്ലല്ലോ, ഇവിടുത്തെ ബോയ്സിനും ലേഡീസിനും പഠിക്കൊന്നും വേണ്ട. എന്താണ് റൈസേ ഈ പറയുന്നത്? എത്ര ആളുകളാണ് റൈസേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ബോയ്സിന് അല്ല, ഇവര് ഈ നിർമ്മല കോളേജിലേക്ക് പോകുന്നത് നമസ്കരിക്കാനാണോ? പിന്നെന്താ, നമസ്കാരം അതിന് മുറ പോലെ നടത്തണം എന്നാണ്. എന്നാ പിന്നെ അവർക്ക് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പോയാ പോരെ? അല്ല മേഡം, ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ പഠിക്കുന്നതിന്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഇസ്ലാമിൽ നിന്ന് ഒഴിവാകണമെന്നാണ്? ഇസ്ലാമിൽ നിന്ന് ഒഴിവാകണമെന്നല്ല, ആ സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ആ സ്ഥാപനം ഒഴിവാക്കി വേറെ സ്ഥാപനത്തിൽ പോയി പഠിക്കണം. വേറെ സ്ഥാപനത്തിൽ സീറ്റ് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണം. വീടാണ് ഉത്തമം എന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്? തന്നെയുമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് എന്താ പ്രവാചകൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു തരാം റൈസി, അവിടെ നിക്ക്, പോകല്ലേ. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, അവരെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കരുത്, എഴുത്ത് പഠിപ്പിക്കരുത്.
വലാ തുസ്കിനൂഹുന്നൽ ഖുസൂറ, അവരെ നിങ്ങൾ, ഞാൻ പറഞ്ഞുതരാം റൈസേ, അവരെ നിങ്ങൾ വാർക്ക വീടുകളിൽ താമസിപ്പിക്കരുത്. വഅല്ലിമൂഹുന്നൽ ഖയാത്തുത, അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചാൽ മതി. പ്രവാചകൻ പോലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എതിർക്കുക ചെയ്തത്. ആ പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് തന്നെ നമസ്കരിക്കണം, നമസ്കരിച്ചിട്ട് തന്നെ പഠിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചാൽ മതത്തിനും എതിരല്ലേ നിങ്ങൾ ഈ പറയുന്നത്? മാഡം, ഞാൻ ഇതുവരെയായിട്ട് ആയിരക്കണക്കിന് പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതുവരെയായിട്ട് ഒരിക്കലും. നിങ്ങൾ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഞാൻ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് സമർത്ഥിക്കുന്നത്. അല്ല, അവര് പ്രമാണം നോക്കിയിട്ട് തന്നെയാണ് അവർ ആദ്യം പഠിച്ചിട്ട്. അല്ല, അതെനിക്കറിയില്ല, ഞാൻ പറയുന്നത് പ്രമാണങ്ങൾ വെച്ചിട്ടാണ്, അത് സ്ഥാപിക്കാനും എനിക്ക് സാധിക്കും. പ്രഭാതത്തില് എന്തൊക്കെയോ വായി വലിച്ച് പറയല്ല ചെയ്യുന്നത്. റൈസേ, ഞാൻ ഒരിക്കലും വാരി വലിച്ച് സംസാരിക്കുന്ന ആളല്ല. ഞാൻ എന്ത് പറയുമ്പോഴും അല്ല റൈസേ, റൈസേ ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് റൈസേ, ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് കേൾക്ക്. ഈ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ പറയുന്നതാണ് നിങ്ങൾ പ്രമാണമാക്കുന്നത്. എനിക്കതല്ല പ്രമാണം. ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ല, ഖുർആൻ പറഞ്ഞത് എന്താണ്? ഹദീസ് പറഞ്ഞത് എന്താണ്? അതാണ് ഇസ്ലാമിന്റെ പ്രമാണം. നിങ്ങള് പഠിച്ച പോലെ തന്നെ അവിടെ ഓരോരോ ഡിഗ്രീസ് ഉണ്ട്. ആ ഡിഗ്രി ഒക്കെ അതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്, അല്ല ചുമ്മാ. ഇക്കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തന്നെ പ്രഭാഷകൻ, നിങ്ങൾ പറഞ്ഞ രണ്ടുപേരെയും ഞാൻ എടുത്തു പറയാം. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, അദ്ദേഹം ഹജ്ജിനെയും ഉംറയെയും കുറിച്ചും ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ആളുകൾ കഅബയിൽ പോയി സ്ത്രീകളുമായിട്ട് കളിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടിരുന്നോ? അവര് ആ ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളുകൾ പഠിച്ചവരാ, ഖുർആനും ഹദീസും പഠിച്ചവരാ, അവര് സമൂഹത്തിന് മോഡലാ. അവര് സ്ത്രീകളെ കൊണ്ടുപോയി വശീകരിച്ച് വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. മുസ്ലിമായിട്ട് ജീവിക്കുന്ന കംപ്ലീറ്റ് എല്ലാവരും നല്ലവരാണെന്നാരും. അത് പറ റൈസേ. അപ്പൊ റൈസ് പറയുന്നത് അവര് പറയുന്നു, ഇവര് പറയുന്നു. ഞാൻ പറയുന്നത് ഖുർആനും ഹദീസുമാണ്. ഞാൻ തന്നെ ഒരുപാട് നിസ്കാരങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റൈസ് വിഷയത്തിൽ നിന്നിട്ടല്ല സംസാരിക്കുന്നത്. ഖുർആൻ പ്രവാചകൻ പറഞ്ഞത് എന്താ? ഒറ്റ ഹജ്ജേ പ്രവാചകൻ ചെയ്തിട്ടുള്ളൂ. ആ പ്രവാചകൻ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹ്. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ട് മുറുകെ പിടിക്കുന്നവൻ ഒരിക്കലും വഴി പിഴയ്ക്കുകയില്ല. കിതാബില്ല, ഒന്നല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഒന്നല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വസുന്നത്തി റസൂലില്ലാഹ്, രണ്ട് റസൂലിന്റെ ചര്യയാണ്. ഇതിനകത്ത് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ത് പറഞ്ഞു എന്നില്ല, അബ്ദുസ്സമദ് സമദാനി എന്ത് പറഞ്ഞു എന്നില്ല, നവാസ് മന്നാനി എന്താണ് പറഞ്ഞത് എന്നില്ല. നിങ്ങൾക്ക് പരലോകത്തിൽ പോയിട്ട് മലക്കുകളെ നിങ്ങളെ പിടിച്ചു നിർത്തി ചോദിക്കുമ്പോ അബ്ദുസ്സമദ് പൂക്കോട്ടൂര് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരല്ല തെളിവ്, അവരല്ല ആധാരം. നമുക്ക് ഈ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നതാണ് ആധാരം. അവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതല്ല യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറബി അറിയത്തില്ല മാഡം. ഞങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അറിയാലോ, കുത്തുബ ഞങ്ങളുടെ അറബിയിലാണ്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് മലയാളത്തിൽ പറയാം. കാരണം എന്താന്ന് വെച്ചാല് ഈ ളുഹ്ർ നിസ്കാരം എന്ന് വെച്ചാല് 4 റക്അത്താണ്. ഈ 4 റക്അത്തിൽ 2 റക്അത്ത് എന്ന് വെച്ചാല് അതാണ് നമ്മൾ ഈ കുത്തുബയായിട്ട് കേൾക്കണം. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മലയാളത്തിൽ പറയാം. ഞങ്ങൾ ചെയ്യുന്നില്ല, കാരണം കുത്തുബ അറബിയിലായിരിക്കണം എന്നുള്ള ഷർത്തുണ്ട്. കാരണം നമ്മൾ നിസ്കരിക്കുന്ന അറബിയിലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് ഈ അറബി എപ്പോഴും അറിയാവുന്നവരെ കൊണ്ട് മാത്രം അർത്ഥം കൽപ്പിക്കുക, അല്ലാണ്ട് നിങ്ങൾ ചുമ്മാ പോയിട്ട് കാരണം അറബിയിൽ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളും. എല്ലാ ഭാഷയ്ക്കും അങ്ങനെ, എല്ലാ ഭാഷയിലും ഇല്ല, എല്ലാ ഭാഷയ്ക്കും അങ്ങനെ. മാനം ഞാൻ പറഞ്ഞു തരാം, ഞാൻ തെളിയിച്ചു തരാം. മാനം, എത്ര മാനമുണ്ട്? മാനം കറുത്തു എന്ന് പറഞ്ഞാൽ ആകാശം എന്നാ. എന്റെ മാനത്തിന് വില പറയലെന്ന് പറഞ്ഞാൽ അവിടെ അഭിമാനമാണ്. എല്ലാ ഭാഷയ്ക്കും വ്യത്യസ്തമായ മീനിങ്ങുകളുണ്ട്. അപ്പൊ അറിയാവുന്നവരെ കൊണ്ട് ഈ അറിയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അറിവുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ, അതിന്റെ മാനദണ്ഡം എന്താ? അത് എക്സ്പീരിയൻസ് കിട്ടണം, പിന്നെ എഡ്യൂക്കേഷൻ വേണം, എക്സ്പീരിയൻസ് ആവും വേണം. അല്ല, പോയിട്ട് അറബി വ്യാഖ്യാനിക്കാൻ എന്റെ പൊന്ന് റൈസേ, അറിവോ എക്സ്പീരിയൻസോ മാനദണ്ഡമല്ല. ഒരാള് മുസ്ലിം പുരോഹിതനാണോ പണ്ഡിതനാണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഖുർആനിലും ഹദീസിലും അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും അദ്ദേഹം അത് എക്സ്പോസ് ചെയ്യുന്ന രീതിയും നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ഡിതനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
നിങ്ങളായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കോ? കാരണം ഖുർആനിലുള്ള ഇത്തരം ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, താങ്കൾ പറഞ്ഞത് ഇത്തരം ഖുർആൻ വചനങ്ങളൊന്നും ഞങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല എന്നാ പറഞ്ഞേ. ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അല്ല, പറയുന്നില്ല. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് അതാ ഞാൻ പറഞ്ഞത്. ഒരുപാട് വചനങ്ങൾ അതെ, അതെല്ലാം നമുക്ക് അതെ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പോയി പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് അവിടെ നമസ്കരിക്കാൻ ഒരു ഹാൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തന്നോ? എങ്ങനെ? ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പോയി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടി പോയിട്ടല്ല. ഞങ്ങൾക്ക് ഒരു നേരത്തെ നിസ്കാരം ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അതിനുള്ള ശിക്ഷ അല്ല. ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാന, തീർച്ചയായും നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണെന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിർബന്ധ കർമ്മം അനുഷ്ഠിച്ച് വീട്ടിയിരുന്നാ പോരെ? ഇസ്ലാം ഹറാമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യം പോയി പഠിച്ചിട്ട് വേണോ അവിടെ നമസ്കരിക്കാൻ? അത് ഞങ്ങളൊക്കെ ഇപ്പം പോകുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന സമയത്തിന് അവിടെ എന്തായാലും കാണും, അല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും. ജെൻസിന്റെ കാര്യം എനിക്കറിയാം. ലേഡീസും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. ഇൻ കേസ് അവര് അത് നിങ്ങൾക്ക് അറിയാലോ, നിസ്കാരം ഞങ്ങൾക്ക് നിർബന്ധമാണ്. 5 സമയം നിർബന്ധമാണ്, ഒരു ദിവസം 5 സമയം. ഇൻ കേസ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും എന്തെങ്കിലും അത്യാവശ്യമുള്ള, അതായത് ഞാൻ ചോദിച്ചതിന് മറുപടി ആയിട്ടില്ല. കാര്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നിസ്കരിക്കാൻ. ഞാൻ ചോദിച്ചതിന്റെ മറുപടി അല്ല റേസ് പറയുന്നത്. കോളേജിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു അടുത്ത് പള്ളി ഇല്ലാത്ത കാരണമായിരിക്കും അവിടെ അങ്ങനെ. റേസ് ഇവിടെ അതൊന്നുമല്ല, ഇവിടുത്തെ വിഷയം അതല്ല. നിങ്ങൾക്ക് 5 നേരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞത് പരലോകത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചിട്ടാണ്. സ്വർഗത്തിന്റെ താക്കോലാണ് നമസ്കാരം. ആ നമസ്കരിക്കാൻ അങ്ങനെ ഒരു സൗകര്യം നിർമ്മല കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കോളേജ് വേണ്ട, ഞങ്ങൾക്ക് മതം മതി, പരലോകം മതി, പടച്ചവും മതി, പ്രവാചകന്റെ ചര്യ മതി എന്നല്ലേ ഒരു വിശ്വാസി വിചാരിക്കേണ്ടത്? അയ്യോ, അതിന് ഖുർആനും ഹദീസും ഒഴിവാക്കണോ? സക്കറിയ സ്വലാഹി പറഞ്ഞ ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ട്, വേണമെങ്കിൽ ഇട്ടുതരാം. നിങ്ങളുടെ മക്കൾക്ക് നമസ്കരിക്കാൻ സൗകര്യം കിട്ടുന്നില്ലേ? അദ്ദേഹം പറഞ്ഞത് നമസ്കരിക്കാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് മക്കളെ വീട്ടിൽ ഇരുത്തിക്കൊള്ളാനാ പറഞ്ഞേ. അഡ്വക്കേറ്റ് ആയിട്ട് പുള്ളി പഠിച്ച്, പുള്ളി അത്രയും നാള് പുള്ളിക്ക് നേരിട്ട് ഖുർആൻ ഹദീസും മാത്രം പഠിച്ചിരുന്ന പോലായിരുന്നു അഡ്വക്കേറ്റ് ആവേണ്ടിയിരുന്നു. അത്രയും കഷ്ടപ്പെട്ടു. അതുപോലെ അബ്ദുസമദ് സമദാനി പുള്ളി ഒരു ലെക്ചറാണ്. അബ്ദുസമദ് സമദാനി അറിയാലോ, ഇപ്പൊ MP കൂടിയാണ്. റൈസേ, അദ്ദേഹം MP ആണോ, ഡോക്ടർ ആണോ, എഞ്ചിനീയർ ആണോ, കളക്ടർ ആണോ എന്നുള്ളതൊന്നും ഇവിടെ മാനദണ്ഡമല്ല. ഇതുപോലെ ഔലിയാക്കളും അതുപോലെ സമസ്തന്റെ അല്ല, നിങ്ങൾക്ക് സമസ്ത എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെയല്ല. ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, അതാണ് ഇവിടുത്തെ മാനദണ്ഡം. അല്ല, അത് തന്നെയാണ് നമ്മുടെ സമസ്തയുടെ അത് ഔലിയാക്കളും ആലിമ്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് തന്നെയാണ് ഈ അബ്ദുസമദ് സമദാനി, അതുപോലെ നമ്മുടെ അബ്ദുസമദ് പൂക്കോട്ടൂരൊക്കെ കേട്ട് പഠിച്ചതും അത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് റൈസ് കേട്ടിരുന്നോ? കൾച്ചർ കൊണ്ടുവന്നതല്ല മതത്തിൽ. ഞാൻ ചോദിച്ചത് റൈസ് കേട്ടിരുന്നോ? ഈവൻ സംസ്ഥന്റെ അല്ല, നിങ്ങൾ പറയുന്നതാണ് എനിക്ക് മനസ്സിലായി. പഠിക്കാൻ പോകേണ്ട കാര്യം അതെ, ഖുർആൻ പറഞ്ഞത് നമസ്കാരമാണ് നിർബന്ധമെന്നാ. ഞങ്ങൾക്ക് ഇപ്പൊ നബി എന്തിനാ പിന്നെ കച്ചവടത്തിന് പോയിരിക്കുന്നത്? കച്ചവടത്തിന് പോകണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അല്ല, നബി കച്ചവടത്തിന് പോയി, നബിയുടെ ജോലി കച്ചവടമായിരുന്നു. നബി കച്ചവടത്തിന് പോകുന്നതിനിടയ്ക്ക് പള്ളികൾ കണ്ട് ഇടയ്ക്കിറങ്ങി നമസ്കരിച്ചിട്ടുണ്ട്. അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അന്ന് പള്ളികളില്ലായിരുന്നു. അന്ന് എവിടെ മരച്ചോടാണ്, മരച്ചോടത്തിൽ. ശരി, അന്ന് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുണ്ടാക്കിയിരുന്നു. അതെ, അതിപ്പോ ഇവിടെയും ഇപ്പൊ നിർമ്മല കോളേജിലും എന്തോ ഒരു നമസ്കാരം. ഇവിടത്തെ പ്രശ്നം അതല്ല. ഇവിടെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമെന്നല്ല. റീസേ, ഇവിടെ ഖുർആൻ ജനിച്ചു പോയല്ലോ. ഇവിടെ അല്ല, കേരളത്തിൽ ജനിച്ചു പോയി. ഇവിടെ ഖുർആൻ പറഞ്ഞത് വിദ്യാഭ്യാസം നിർബന്ധമെന്നല്ല, നമസ്കാരം നിർബന്ധമെന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഖുർആനിനെയാണ് ആദ്യം മുറുകെ പിടിക്കേണ്ടത്. അത്തരക്കാർ വീട്ടിലിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നബി എന്തിനാ കച്ചവടം പഠിച്ചേ ചെറുതിലെ? നബി കച്ചവടത്തിനും പോകണ്ടില്ലായിരുന്നില്ല. നബിയുടെ ജോലി കൊള്ളയടിയായിരുന്നില്ലേ? ഒരു കണക്കിന് ഫിസിക്കൽ ആണല്ലോ, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ്. എന്താണ് റൈസ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? റൈസ് കുറച്ചും കൂടി താങ്കൾ എഞ്ചിനീയർ ആണെന്നല്ലേ പറഞ്ഞത്? ഒന്ന് ലോജിക്കായിട്ട് സംസാരിക്കേ.
ഇസ്ലാം പഠിപ്പിക്കുന്നത് നമസ്കാരം. എന്തിനു ആട് മേക്കാൻ പോയി? അല്ല, നബി എന്തിനാണ് ആട് മേക്കാൻ പോയതെന്ന് നബിയോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. റൈസേ, ലഭിച്ച പോരായിരുന്നോ? റൈസേ, ഇവിടത്തെ വിഷയം അതൊന്നുമല്ല. മതമാണ് 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 ഞങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഖുർആൻ പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായി ഞങ്ങൾക്ക് രണ്ടും വേണം. അല്ല അല്ല, അത് തെറ്റി, അത് തെറ്റി റൈസേ. അത് നിങ്ങൾ ഖുർആനിനെ തള്ളിയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാ. ഈവൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള ഉസ്താദ് പോലും പറയുന്നത്, വെള്ളിയാഴ്ചകളിൽ പറയാറുള്ളതാണ്, നിങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ അതേ സമയം ഇപ്പം കൂടുതലായിട്ട് വരുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എനിക്ക് ഈവൻ മലപ്പുറം ജില്ലയിൽ പോലും കൂടുതലായിട്ട് ആളുകൾ ഇപ്പം എക്സ്പോഷർ കൊടുക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ദാൻ റിലീജിയൻ. ഓക്കെ, മതപഠനത്തിനേക്കാൾ ഇപ്പൊ പള്ളികളിൽ നിന്ന് പോലും പറയുന്നത് എന്താണെന്ന് ഇപ്പം റൈസ് ഇത്രയും സമയവും റൈസ് വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടാണ് പോകുന്നത്. റൈസ് ഇത്രയും സമയം സംസാരിച്ചതിൽ എപ്പോഴെങ്കിലും ഖുർആൻ പറയുന്നതും ഹദീസ് പറയുന്നതും പറഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞു. അല്ല, ഞങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞു. അല്ല, എനിക്ക് അവരെ ഒന്നും വിശ്വാസമില്ല, എനിക്ക് അവരൊന്നും പറയണത് കേൾക്കേണ്ട കാര്യമില്ല. ഇവിടെ ഖുർആനും ഹദീസും പറഞ്ഞിട്ട് താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ഖുർആൻ എന്തു പറഞ്ഞു ആ വിഷയത്തെ കുറിച്ച്, ഹദീസ് എന്തു പറഞ്ഞു, അതാണ് ഇവിടുത്തെ മാനദണ്ഡം. ആ ഉസ്താദ് പറഞ്ഞു, ഈ ഉസ്താദ് പറഞ്ഞു, അതിവിടെ തെളിവല്ല. ഇവിടത്തെ തെളിവ് ഇസ്ലാമിന്റെ തെളിവ് ഖുർആനും ഹദീസുമാണ്. അവര് ഖുർആനും ഹദീസും നോക്കിയിട്ടല്ല. അല്ല, അവര് പറയുന്നു റൈസ് ബുദ്ധിയുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, ഒരു എഞ്ചിനീയർ ആണെന്നാണ് പറഞ്ഞത്. അവര് ചെയ്യുന്നതും ഇവര് ചെയ്യുന്നതും തെളിവാണെങ്കിൽ അല്ല, നിങ്ങൾക്ക് പഠിപ്പിച്ചതിനെ കുറിച്ച് എനിക്കറിയണ്ട. എനിക്ക് ഖുർആനും ഹദീസുമാണ് അറിയേണ്ടത്. ഞാൻ ഇസ്ലാമിക വിഷയം ചർച്ച ചെയ്യുന്നത് അല്ല, ഞാൻ ഇസ്ലാമിക വിഷയം റൈസേ, ഞാൻ ഇസ്ലാമിക വിഷയം ചർച്ച ചെയ്യുന്നത് ആ മതപണ്ഡിതൻ എന്തു പറഞ്ഞു, ഈ മതപണ്ഡിതൻ എന്തു പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല. ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു ആ വിഷയത്തെ കുറിച്ച്. നമസ്കാരമാണ് ഏറ്റവും നിർബന്ധം എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ആ ഖുർആനിന്റെ കൗലിനെ തള്ളിക്കളഞ്ഞിട്ട് ഭൗതിക വിദ്യാഭ്യാസം നേടാൻ ഒരു പെണ്ണു പോയിട്ട് ആ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ അവരെങ്ങനെ ഹലാലാക്കി ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പന്നി തിന്നുന്ന ആളുകളുടെ, പന്നിമാംസം വിറ്റ് കിട്ടുന്ന ആളുകളുടെ ആ പണം കൊണ്ടുണ്ടാക്കിയ ആലയത്തിൽ പോയി നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് നിർബന്ധിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? എന്നാ പിന്നെ അവര് അത് ഉണ്ടാക്കാതിരിക്കാം, അവര് മതത്തിന് പുറത്തു പോകും. അല്ലാണ്ട് അല്ല, നിങ്ങളുടെ ഉസ്താദ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതാ. പന്നിമാംസം വിറ്റ് കിട്ടുന്ന പണം ഡിവൈഎഫ്ഐയുടെ പിന്നെ പന്നിമാംസത്തിന്റെ ചലഞ്ചിൽ പറഞ്ഞതാ. പന്നിമാംസം വിറ്റ് കിട്ടുന്ന പണമല്ലേ, അതെന്തിനാണ് വയനാട്ടുകാർക്കെന്നാ ചോദിച്ചത്. അപ്പോൾ പന്നിമാംസം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്നതല്ലേ, അത് ഹലാലാണോ? അവിടെ പോയിട്ട് നമസ്കരിക്കണോ നിങ്ങൾ എങ്ങനെ പറയും? കുരിശ് വരച്ചുണ്ടാക്കുന്ന സ്ഥാപനമല്ലേ. എന്നാ പിന്നെ അവരൊക്കെ പഠിക്കാതിരിക്കാൻ പോകേണ്ടി വരും. അല്ല, അത് നിങ്ങളുടെ സൗകര്യം. പിന്നെ ഇപ്പത്തെ കാലത്ത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിംസുകൾ വളരെ റൈസിനെ പോലെയുള്ള ഓർത്തഡോക്സുകാരുണ്ടല്ലോ, നിങ്ങൾ തന്നെ മതിയല്ലോ മതത്തെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ. അല്ല, കാലത്തിനൊത്ത് സഞ്ചരിക്കണം എന്നാണോ റൈസ് പറയുന്നത്? റൈസ് ചോദിക്കുന്നത് കാലത്തിനൊത്ത് സഞ്ചരിക്കണമെന്നാണോ? റൈസേ, കാലത്തിനൊപ്പിച്ച് നമ്മൾ മാറണമെന്നല്ലേ റൈസ് ഇപ്പൊ പറയുന്നത്? കാലത്തിനോട് അനുസരിച്ച് മാറണം എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം വിട്ട് കളിക്കാൻ പറ്റുമോ? അയ്യോ, അത് രണ്ടും കൂടെ പറ്റില്ലല്ലോ. കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം. ഇത് രണ്ടും ഒരുമിച്ച് ഒരു തോണിയിൽ പോകൂല റൈസേ. മതവും ഫോളോ ചെയ്യണം, ഞങ്ങൾക്ക് പഠിക്കുകയും വേണം, രണ്ടും പറ്റില്ല. മുറി ഉണ്ടാക്കുന്നതിന് ഇപ്പൊ എന്താ ഇപ്പം ഞങ്ങളുടെ ഒരു റിലീജിയൻ മാത്രമല്ല, അല്ല, ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട്. അവിടെ ഇസ്ലാം മതം ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ മതി. അങ്ങനെയുള്ളവർ ആ സ്ഥാപനത്തിൽ വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസിനൊക്കെ കുറച്ച് മതം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാപനം സെലക്ട് ചെയ്യരുത്. ഒട്ടുമിക്ക സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ മാഡം? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ റൈസേ? ഇവിടെ വേണ്ടത് നമുക്ക് മതമല്ലേ വേണ്ടത്? അല്ല റൈസേ, ഇതൊക്കെ വെറും ഇല്ലോജിക്കൽ ആയിട്ടുള്ള വശങ്ങളാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഈ കുട്ടികൾ പ്രതിഷേധിച്ചത്. ശരി, ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പഠിക്കുന്നത് ആ കുട്ടിക്ക് അല്ല, എന്തുകൊണ്ട് മസ്ജിദിൽ സ്ഥലം വേണമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചില്ല? തൊട്ടടുത്ത് സുന്നി മസ്ജിദ് ഉണ്ടല്ലോ.
ഇവിടെ മസ്ജിദ് വേറെ അവിടുത്തെ കമ്മിറ്റിയുടെ അണ്ടറിലല്ലേ വരുന്നത്. അവിടെ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജ് അല്ലേ? അല്ല, അപ്പൊ ഇവിടെ പറ്റുമല്ലേ? ഇവിടെ പറ്റുമല്ലേ? പറ്റുന്നല്ലേ പറഞ്ഞത്? അല്ല, നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ ദൗത്യം എന്താ? പള്ളി എന്തിനു വേണ്ടിയാ? നമസ്കരിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യമില്ല, അവിടെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല. ക്രിസ്ത്യൻ സ്ഥാപനം, പന്നി തിന്നുന്നവർ, കുരിശു വരയ്ക്കുന്നവർ, യേശുവിനെ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവർ, ഖുർആൻ അല്ല സുന്നിയാണോ അല്ലേ? ഖുർആൻ പറഞ്ഞ ബഹുദൈവാരാധകർ, അള്ളാഹു വഴിപിഴപ്പിക്കുകയും കോപിക്കുകയും ചെയ്ത വിഭാഗമുണ്ടാക്കിയ ആലയത്തിൽ ഇവരെങ്ങനെ സുജൂദ് ചെയ്യും? അതെങ്ങനെ അള്ളാഹു സ്വീകരിക്കും? അതിലും എത്രയോ മെച്ചമല്ലേ സുന്നി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കുറെ സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളിൽ നമുക്ക് പോയാല്. റൈസ് എന്താണ് പറഞ്ഞത്? റൈസ് വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. 40 മിനിറ്റോളം റൈസിന് മാത്രമായിട്ട് അതിനിടയ്ക്ക് ഒരുപാട് കോളുകളും കണ്ടക്ട് ചെയ്യുന്ന പറയാൻ ഉറപ്പ് പറയാൻ പറ്റില്ല. റൈസെ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ റൈസെ? ഖുർആനും ഞങ്ങൾക്ക് നിസ്കരിച്ചേ പറ്റൂ, അത് കമ്പൽസറി. എന്നാ വീട്ടിൽ ഇരിക്കണം, വീട്ടിലിരുന്ന് നമസ്കരിച്ചോ. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ. വീട്ടിൽ പോയിട്ട് വരാൻ പറ്റുമോ? അപ്പൊ മലപ്പുറത്തുള്ള അല്ല, എന്നാ പിന്നെ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കണം, ഹറാമല്ലേ? മൂവാറ്റുപുഴ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അല്ല പുള്ളിക്കാരത്തി വീട്ടിൽ അല്ല, എന്നാ പിന്നെ വിദ്യാഭ്യാസം ഒഴിവാക്കണം, ആ സ്ഥാപനം നമുക്ക് വേണ്ട. അതാ പറഞ്ഞത്. അത് അങ്ങനത്തെ അല്ലാത്ത മുസ്ലിംസിന്റെ മാത്രമായിട്ടുള്ള സ്ഥാപനങ്ങള് ഒരു 10% കാണത്തുള്ളൂ. എന്നാ അത് തെരഞ്ഞെടുക്കണം. അവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിലോ? കിട്ടിയിട്ടില്ലെങ്കിൽ പഠിക്കണ്ടെന്ന് വിചാരിക്കണം. ഇസ്ലാം പഠിക്കാനെന്നല്ലോ പറയുന്നത്, ഖുർആൻ പഠിക്കാനല്ലല്ലോ, നിസ്കരിക്കാനല്ലേ പറഞ്ഞേ? ഞങ്ങളടുത്ത് പറഞ്ഞേക്കുന്ന മതപഠനം. അല്ല, നിങ്ങളോട് പറഞ്ഞത് എനിക്കറിയണ്ട. നിങ്ങളോട് പറഞ്ഞത് എന്ത് എന്നത് ഇവിടുത്തെ മാനദണ്ഡമല്ല, തെളിവല്ല. ഇവിടെ ഖുർആൻ എന്തു പറഞ്ഞു അതാണ് തെളിവ്. പലതരം യൂട്യൂബ് വീഡിയോസും അത് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നത്. റൈസ് കുറച്ചുകൂടി ഒന്ന് കൾച്ചറോട് കൂടി സംസാരിക്കണം, കുറച്ചുകൂടി ബുദ്ധിയോടെ. റൈസേ, എന്റെ പൊന്നാര റൈസ്, ഇത് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരിക്കൽ പോലും ഞാൻ കേട്ടില്ല. റൈസേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കാൻ വന്നത്? നിങ്ങൾക്ക് ഈ 42 നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നേരിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയപ്പോൾ സംസാരിച്ചാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പറയുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഒരു ആകുലത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മലപ്പുറം ജില്ലയെ പഠിച്ചു വളർന്നിട്ട് ജനിച്ചത് ഇവിടെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു, കോട്ടയത്തെ കുറ്റാണെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള കാര്യത്തിൽ എപ്പോഴും എനിക്കൊരു മനസ്സിനൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു. ഹലോ റൈസ്, ഇത്രയും സമയം സംസാരിച്ചിട്ട് ഖുർആനോ ഹദീസോ എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ആ സ്ഥാപനം, ഈ സ്ഥാപനം, മറ്റേ സ്ഥാപനം, ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഖുർആനിൽ നിങ്ങൾക്ക് ഇപ്പം ഈ എന്താ പറയാ, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് അബ്ദുൽ സുൽത്താനിയോ അല്ലെങ്കിൽ ഇതുപോലെ അബ്ദുൽ സമദ് പൂക്കട്ടൂരോ ഇങ്ങനത്തെ ഏതെങ്കിലും പ്രഭാഷണന്മാരെ അവരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഒരുപാട് ആളുകളുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആക്കി തരാനായിട്ട്. അല്ലാണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഹദീസുകളോ ഖുർആനിക് വാക്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ഏതാ ഉള്ളത്? സിമ്പിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ പറയാം. റൈസിന് എന്താ വേണ്ടത് റൈസേ? ഞാൻ എന്താ പറഞ്ഞത് റൈസേ? ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ ഖുർആനും ഹദീസുമാണ്. ആ ഖുർആനിലും ഹദീസിലും ഉള്ളത് നിങ്ങളുടെ മുസ്ലിം പുരോഹിതർ കൃത്യമായ രൂപത്തിൽ നിങ്ങളോട് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവര് പഠിപ്പിക്കാത്ത പാഠഭാഗങ്ങൾ എന്നെ പോലെയുള്ളവർക്ക് എടുത്ത് പുറത്തു പറയേണ്ടി വരുന്നത്. നിങ്ങൾ പറഞ്ഞു അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ, നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അത് ഖുർആനിലുണ്ട്. ശരി, ഖുർആനിൽ ഉണ്ടായിക്കോട്ടെ, അത് കമ്പൽസറി ആയിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ ഖുർആനിലെ ചിലത് മാത്രം കമ്പൽസറിയും ചിലത് കമ്പൽസറി അല്ലാത്തതുമാണോ? ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അടിമയുടെ കാര്യം അന്നത്തെ കാലത്തുള്ളതാണ്. അപ്പൊ ഖുർആനിൽ തള്ളാനുള്ളതുണ്ടെന്നാ പറയുന്നേ? ഖുർആനിൽ തള്ളാനുള്ളതുണ്ടെന്നാ പറയുന്നേ? അല്ലല്ല, ഖുർആൻ തള്ളാനല്ല പറഞ്ഞ, ഓരോന്നിനും ഓരോന്നിന്റെ കേസ് സ്റ്റഡീസ് ഉണ്ട്. ഞാൻ റൈസ് അവിടെ നിൽക്ക് ഒരു മിനിറ്റ്. ഖുർആനിൽ ഇക്കാലഘട്ടത്തിന് യോജിക്കാത്ത വചനങ്ങൾ ഉണ്ട് എന്നാണോ റൈസ് പറയുന്നേ? ഇക്കാലഘട്ടത്തിനല്ല ഉദ്ദേശിച്ചത്. അടിമത്തത്തിന്റെ കാര്യം പുള്ളി ഖുർആനത്ത് പറഞ്ഞത് അത് അന്നത്തെ കാലത്തിൽ യോജിച്ചതാണ്.
എല്ലാ കാലത്തിനും എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്തേക്ക് ഇല്ല എന്നല്ലതിന്റെ അർത്ഥം. എല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഖുർആൻ എന്ന് വിചാരിച്ച് അന്നത്തെ കാലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നല്ല എനിക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് അതല്ല റൈസേ. ഈ കാലഘട്ടത്തിന് യോജിക്കാൻ പറ്റാത്ത വചനങ്ങൾ ഖുർആനിൽ ഉണ്ടോ? ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യാനും അവരിൽ ഭീകരത കാണിക്കാനും പറഞ്ഞ ഖുർആൻ വചനം ഇന്ന് എടുക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ അത് അർത്ഥം മനസ്സിലാക്കി വെച്ചിടത്തോളം തെറ്റായിരിക്കാം. അപ്പൊ അതിന്റെ ശരിയായ അർത്ഥം പഠിച്ചിട്ട് റൈസ് വാ. പറയത്തില്ല. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം പഠിച്ചിട്ട് റൈസ് നാളെ വാ കോളില്. കേസ് സ്റ്റഡീസ് എന്തെങ്കിലും കാണും എന്തായാലും. അല്ല, അതിന്റെ ശരിയായ അർത്ഥം 9-ാം അധ്യായം 123-ാമത്തെ വചനമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ശരിയായ അർത്ഥം പഠിച്ചിട്ട് റൈസ് നാളെ വാ. 9-ാം അധ്യായം 123 123-ാമത്തെ വചനം 23. ഓക്കെ സൂറത്ത് തൗബ. നാളെ വായോ. നാളെ ഇതേ സമയം രാത്രി 11 മണി. ഓക്കെ, മാക്സിമം നോക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ എടുക്കും. കാരണം എനിക്കത് പഠിച്ചിട്ട് സ്വസ്ഥതയോടെ വന്നാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിപ്പോ സ്വസ്ഥമായിട്ട് തന്നെ. ഇല്ലല്ല, എനിക്ക് ഡൗട്ട് റൈസേ, എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ടുള്ള വിജ്ഞാനമേ എനിക്കുള്ളൂ. റൈസേ, ഒരുപാട് ആളുകൾ ഇപ്പോ ഒരുപാട് മിസ്ഡ് കോളുകൾ എനിക്ക് വന്നു കിടക്കുക. അപ്പോ റൈസ് തൽക്കാലം വെക്കുക. കാരണം റൈസിന് വേണ്ടി മാത്രം 46 മിനിറ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരുപാട് കോളുകൾ വന്നു പോയി. ഒരു കോൾ എടുക്കാൻ പറ്റില്ല. ശരി, അജു അസുരൻ ഒരുപാട് സമയമായിട്ടുള്ള ചോദിക്കും. ഇതിന്റെ തമ്പനയിലുണ്ട് അജു അസുരൻ നമ്പര്. അതുപോലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്പര്. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ കമന്റ് ഇടാൻ പറ്റുന്നില്ല അതിനകത്തുണ്ട്. അപ്പോ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾക്കും ഖുർആനിൽ എന്തു പറയുന്നു, ഹദീസിൽ എന്തു പറയുന്നു എന്ന് അറിയില്ല. എന്നാലും അവര് മനസ്സിലാക്കിയ ഇസ്ലാം ആ മുസ്ലിം പുരോഹിതൻ പറഞ്ഞു, ഈ മുസ്ലിം പുരോഹിതൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ മനസ്സിലായോ, ഇവർക്ക് തെറി വിളിക്കാനും അനാവശ്യങ്ങൾ പുലമ്പാനും അല്ലാതെ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഈ തെറി പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരു അപ്പിക്കുപ്പായക്കാരി കുറെ നേരമായിട്ട് വന്നിട്ട് ഇതിനകത്ത് കിടന്ന് മെഴുകുന്നുണ്ട്. കോളിൽ വാ ഇതുപോലെ. അപ്പോഴല്ലേ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഖുർആനിലും ഹദീസിലുമുള്ള പരിജ്ഞാനം എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതം പിൻപറ്റുന്നതെന്നും ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെന്നേ. റൈസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ പിന്നെ നമുക്ക് ജീവിക്കണ്ടേ? അപ്പൊ പിന്നെ വിദ്യാഭ്യാസം വേണ്ടേ? അല്ല, ഖുർആൻ പറഞ്ഞത് നമസ്കരിച്ചിട്ട് വീട്ടിയിരിക്കാണെന്നല്ല, വീടാണ് ഉത്തമം എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് അറിയില്ലായിരുന്നോ? പ്രവാചകൻ അറിയില്ലായിരുന്നു? അപ്പോ ഏതാണ്ട് ഒരുപാട് 12, 15, 17 കോളുകൾ വന്നുപോയി. കാരണം 46 മിനിറ്റോളം കക്ഷി തന്നെ സംസാരിച്ചല്ലോ, അങ്ങനെ സമയം പോയി. ശരി, അപ്പോ റേസിന് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താണെന്നറിയാമോ, അവരെ വിശ്വസിക്കുന്ന ഇവരെ എന്താണ് രൂഢമൂലമായി പോയി. 3-4 വയസ്സു മുതൽ മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനമുണ്ടല്ലോ, അതിവരുടെ തലച്ചോറിൽ നിറയെ അതാണ് സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഒരു കാര്യം കേട്ടാലൊന്നും അവർക്കത് ചിന്ത വരില്ല. ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയാണ്, നമ്മുടെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, നമ്മുടെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ മറ്റേ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. ഇത് മാത്രമേ ഇവർക്കറിയൂ. അല്ലാതെ അതിൻ്റെ ഖുർആനിന്റെ മാനം എന്താണ്, ഖുർആൻ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഹദീസുകൾ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് ഇവർക്കറിയില്ല. ഇവരിത് ചിന്തിക്കുകയുമില്ല. ഇദ്ദേഹം ആരിഫിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പറയുന്നുണ്ട് ആരിഫ് നമുക്ക് സംസാരിക്കാൻ സമയം തരില്ല. കക്ഷിക്ക് സംസാരിക്കാൻ സമയം കൊടുത്താലേ കക്ഷി നന്നായിട്ട് സംസാരിക്കും. ഒരു പക്ഷേ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെന്നാണ് പറഞ്ഞത്. ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആശയങ്ങൾ അങ്ങനെയായിരിക്കും. ഇതിനകത്ത് വന്ന് തെറി പറയുന്ന ആളുകളുണ്ടല്ലോ, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ആളുകളുണ്ടല്ലോ, അവര് കോളിൽ വാ, ഞാൻ നേരിട്ട് പഠിപ്പിക്കാം. കോളിലൂടെ പഠിപ്പിക്കാം, ജനങ്ങൾക്കും കേൾക്കാൻ പറ്റുമല്ലോ.
സെയ്ത്താൻ ഹായ്. ഇവരുടെ കുഴപ്പമല്ല. ഔട്ട് ഓഫ് കവറേജ്. അജു അസുരൻ പറയാൻ മറന്നുപോയി, വാട്സപ്പ് കോള് മാത്രമേ കിട്ടൂ, മറ്റേ കോള് കിട്ടില്ല. ഖുർആനിലും ഹദീസിലും നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ശരി, ആ വിഷയം പറഞ്ഞു ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, കൃത്യമായിട്ട് അതിൻ്റെ ഇൻഡെക്സ് വരും. അതുപോലെ sunna.com അടിച്ചാൽ ഹദീസുകളും കിട്ടും. ഇന്ന് ഖുർആനും ഹദീസും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും